അറുപതാണ്ടിന്റെ തിളക്കത്തിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. മുൻശീലങ്ങൾ ഇല്ലാത്ത വിധം ജലസമൃദ്ധമായിരുന്ന ഒരു നാട് ഇന്ന് ജലത്താൽ മുറിവേറ്റവളായി മാറിയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ഒരു സമൂഹവും ശക്തമായ തിരുത്തലിന് പാകമാകാത്ത സംവിധാനവും ഒറ്റ വായനയിൽ തെളിയുന്ന ചിത്രമതാണ്. മാധ്യമ സാക്ഷരത പ്രബലമായ നാട്ടിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ന്യൂസ് 18 കേരളം 12 മണിക്കൂർ നീണ്ട ജീവജലം എന്ന ക്യാമ്പയിൻ ഈ മണിക്കൂറോടെ പരിസമാപ്തിയിലേക്ക് നീക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണെന്ന ഉറപ്പും പ്രേക്ഷകരുമായി പങ്കുവെച്ച് പ്രൈം ഡിബേറ്റിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ. കേരളയിൽ ജീവജലം വാർത്താ ക്യാമ്പയിൻ. കരുതലോടെ കുടിവെള്ളത്തിനായി ന്യൂസ് 18ന്റെ ജീവജലം ക്യാമ്പയിനൊപ്പം പൊതുസമൂഹം പിന്തുണ അറിയിച്ച് മന്ത്രിമാരടക്കം പ്രമുഖർ. ജലസംരക്ഷണത്തിന് സമഗ്ര പദ്ധതി വേണമെന്ന് സ്പീക്കർ. കൊച്ചിയിലെ ജലമാഫിയക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി മാത്യു ടി തോമസ്. കണ്ണൂരിൽ RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾ CPM പ്രവർത്തകർ. കൊലപാതകം നടത്തിയത് രാമന്തളി സ്വദേശി റിനീഷിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘം. പ്രതികൾ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിൽ. മുഖ്യമന്ത്രിയെ പേടിയാണെങ്കിൽ ഗവർണർ ഇറങ്ങിപ്പോകണമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നീതി നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അങ്ങ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് കേരളത്തിന്റെ മണ്ണിൽ? ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ ചോദ്യം പ്രസക്തമല്ല. ഞാനിപ്പോൾ എങ്ങോട്ടും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുകയാണ്. ഏത് മുന്നണിയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് താനാണെന്ന് KM മാണി. ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനാണ് തീരുമാനമെന്നും മാണി. പെട്രോൾ പമ്പുടമകളുടെ സമരത്തിൽ വലഞ്ഞ് ജനം. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഇന്ധന വിതരണം തടസ്സപ്പെട്ടു. കൊച്ചിയിൽ സമരം കാര്യമായി ബാധിച്ചില്ല. അരവിന്ദ് കെജ്രിവാൾ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് കപിൽ മിശ്ര. വ്യാജ കമ്പനികളുടെ പേരിൽ ആം ആദ്മി പാർട്ടിക്ക് വന്ന കോടിക്കണക്കിന് രൂപയുടെ സംഭാവന അന്വേഷിക്കണം. കപിൽ മിശ്രയ്ക്ക് പിന്നിൽ BJP എന്ന് AAP. ജമ്മുകശ്മീർ അതിർത്തിയിൽ പാക് വെടിവെപ്പ് തുടരുന്നു. ആക്രമണം 7-ലധികം ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ. 2 ഭീകരരെ കൊലപ്പെടുത്തിയെന്ന് ഇന്ത്യൻ സൈന്യം. Over the top has gone the distance as well. What a way to finish a cricket match and get into the qualifiers. They finished number 2. IPL-ൽ പൂനെ സൂപ്പർ ജയന്റ്സ് പ്ലേ ഓഫിൽ നിർണായക മത്സരത്തിൽ പഞ്ചാബിനെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. ജയദേവ് ഉനദ്ഘട്ട് കളിയിലെ താരം. അതിരൂക്ഷമായ വരൾച്ചയെ നേരിടുന്ന കേരളം കുടിവെള്ളത്തിനായി, ജലത്തിന്റെ ഭാവി സുരക്ഷയ്ക്കായി എങ്ങനെയൊക്കെ പെരുമാറണം, വളരെ ഗൌരവമായി ഈ സാഹചര്യത്തെയാണ് കഴിഞ്ഞ 12 മണിക്കൂറായി ന്യൂസ് 18 കേരളം അഭിസംബോധന ചെയ്തത്. വിവിധ വിദഗ്ധരിലൂടെ, നൂറുകണക്കിന് ജനങ്ങളിലൂടെ, 100-ൽ പരം ജീവജലത്തെ പ്രമേയമാക്കിയ ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഇടപെടലാണ് ഇപ്പോൾ തുടരുന്നത്. അതിന്റെ അവസാന മണിക്കൂറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് വിദഗ്ധർ, സാധാരണ ജനങ്ങൾ, വിവിധ മേഖലകളിൽ നിന്ന്, മലയോരത്ത് നിന്ന്, തീരമേഖലയിൽ നിന്ന്, സമനിലങ്ങളിൽ നിന്ന്, ആദിവാസി ഊരുകളിൽ നിന്ന്, നമ്മുടെ പുഴയോരത്ത് നിന്ന്, പുഴയുടെ അവസ്ഥ പങ്കുവെച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ, സ്ത്രീകൾ, സാധാരണക്കാർ, മന്ത്രിമാർ, സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അടക്കം, രാജ്യസഭാംഗം ശ്രീ സുരേഷ് ഗോപി ഇപ്പോൾ പങ്കെടുക്കുന്നു, ശശി തരൂർ, മറ്റ് MP-മാർ എല്ലാവരും കഴിഞ്ഞ 12 മണിക്കൂറായി ന്യൂസ് 18 കേരളവുമായി വളരെ പ്രധാനപ്പെട്ട ഈ ജീവൽ പ്രശ്നവുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തിരിച്ചറിവിലേക്ക് എങ്ങനെയാണ് കേരളം സഞ്ചരിക്കേണ്ടത് എന്നതാണ് ഞങ്ങൾ ഇതിലൂടെ അന്വേഷിച്ചത്. പൊതുസമൂഹം ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനായി ന്യൂസ് 18 കേരളത്തിന്റെ ഈ ജീവജലം ക്യാമ്പയിൻ മാറുകയായിരുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് രാജ്യസഭാംഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ സുരേഷ് ഗോപി പങ്കെടുക്കുന്നു. കേരളത്തിന്റെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ
മലയാളിക്ക് സുപരിചിതനായ പരിസ്ഥിതി പ്രവർത്തകൻ ചേരുന്നു. പരിസ്ഥിതി വിദഗ്ധൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. വളരെ കാലങ്ങളായി ജല ക്രമീകരണങ്ങൾ എങ്ങനെ വേണം, ശാസ്ത്രീയമായി എങ്ങനെ വേണം ജല സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് എന്ന നിലയിലാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ പരിസ്ഥിതി വിദഗ്ധൻ എന്ന നിലയിൽ ആണ്. ശ്രീ സുരേഷ് ഗോപി, അധികം മാധ്യമ ചർച്ചകളിൽ അത്രമേൽ പങ്കാളിയാകാത്തയാളാണ് താങ്കൾ. അത്രമേൽ മലയാളിക്ക് പരിചയമല്ലാത്ത ഒരു ശൈലിയാണ് മാധ്യമ ലോകത്ത് ഞങ്ങൾ ഇന്ന് പങ്കുവച്ചത്, അവതരിപ്പിച്ചത്. 12 മണിക്കൂർ മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കോലാഹലങ്ങൾക്കപ്പുറമുള്ള അതിജീവനത്തിന്റെ ജീവൽ പ്രശ്നമാണ് പങ്കുവച്ചത്. എങ്ങനെയാണ് ഒരു മാധ്യമ ഇടപെടൽ എന്ന നിലയിൽ ആമുഖമായി താങ്കൾ അതിനെ സമീപിക്കുന്നത്? അതിനോടുള്ള താങ്കളുടെ യോജിപ്പും വിയോജിപ്പും ആദ്യം പങ്കുവെക്കാം, അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. മാധ്യമത്തിന്റെ പങ്കുചേരൽ എന്നല്ല ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത്. മാധ്യമങ്ങളുടെ പ്രവർത്തനം ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കാലം, കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ടെങ്കിലും നമ്മൾ ഭൂമിയോട് ചെയ്തിട്ടുള്ള പൈശാചികമായ ക്രൂരമായ ദുർനടത്തം, അത് തിരുത്താൻ ഇന്ന് സമയം വൈകിയിരിക്കുന്നു, വളരെ വൈകിയിരിക്കുന്നു, ഒരുപാട് വൈകിയിരിക്കുന്നു. അതിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക്, നമുക്ക് പഴയ ഒരു കാലം തിരിച്ചു കൊണ്ടുവരുവാൻ അത്ര വലിയ അധ്വാനത്തിന്റെ കാര്യം. നമ്മളൊന്ന് ഭൂമിയെ അനുവദിക്കൂ. നമുക്ക് ഭൂമി നമ്മളെ അനുവദിക്കാതെ നമ്മൾ നുഴഞ്ഞു കയറിയ, അതിക്രമിച്ചു കയറിയ മേഖലകളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങും. ഇതിനൊക്കെ സർക്കാരുകൾ, അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ശരി തന്നെ, ഒരുപാട് തത്വദീക്ഷയോടെ കൊണ്ടുവന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിനെയൊക്കെ വളരെ വളരെ എന്താണ് ശുഷ്കിച്ച്, അല്ലെങ്കിൽ വളരെ ലെയിം എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മൾ അതിനെല്ലാം തിരസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആഗോള താപനം ചർച്ച ചെയ്യുന്ന ലോകരാജ്യങ്ങൾ, ഇന്ത്യ ഇന്ന് അതിനകത്ത് വലിയൊരു പാതകിയായി പെടുന്നില്ല എങ്കിൽ പോലും ഇന്ത്യയിലെ കർഷകന് നിഷേധിക്കപ്പെട്ടത്, ഇന്ത്യയിലെ പുതിയ വളർന്നു വരുന്ന ഇനി ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്ക് നിഷേധിക്കപ്പെടാൻ പോകുന്നതെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ദുരന്ത കാലം, ജലത്തിന് വേണ്ടി യുദ്ധം, 3ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ജലത്തിന് വേണ്ടിയാകും എന്ന് പറയുന്ന പ്രഡിക്ഷൻസ്, ഇതൊക്കെ ഭയപ്പെടുത്തുന്നതാണെങ്കിലും ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷം നമുക്ക് അനുഭവിക്കേണ്ടി വന്ന ചൂടല്ല ഈ വർഷം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ജലത്തെ സംബന്ധിച്ചുണ്ടായ ദൗർലഭ്യം അല്ല, അതിന്റെ 2-3 ഇരട്ടിയാണ് പെട്ടെന്ന് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. അടുത്ത വർഷം എന്ത്? ഒരു തിരിഞ്ഞുപോക്ക് ആവശ്യമല്ലേ എന്ന് പറയുന്നിടത്ത് ജനങ്ങളുടെ ഈ തിരിച്ചുപോക്ക് പ്രവണതയ്ക്ക്, അല്ലെങ്കിൽ അതിന് ആ ഒരു ടെൻഡൻസിക്ക് ആക്കം കൂട്ടാൻ വേണ്ടി മാധ്യമങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അനിവാര്യം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളാണിത് തിരിച്ചുപോക്ക് നയിക്കേണ്ടത്. അത്തരത്തിൽ CNN, News 18 ഇടപെട്ടിരിക്കുന്നത് വളരെ, നിങ്ങൾ എന്നെ എല്ലായിടത്തും കണ്ടില്ല, അല്ലെങ്കിൽ പലയിടത്തും കണ്ടില്ല, പക്ഷേ കഴിഞ്ഞ ഒരു 10, 15, 20 വർഷമായിട്ട് നോക്കൂ, ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വരേണ്ടിടത്തെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വന്നിരിക്കും. അത് തന്നെയാണ് ശ്രീ സുരേഷ് ഗോപി ഞാനും പറഞ്ഞത്. ഇത്തരം ദൃശ്യമാധ്യമ ചർച്ചകളിൽ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ ദീർഘമായ ചർച്ചകൾക്കല്ല താങ്കളുടെ താല്പര്യം. അതിനപ്പുറം ഇടപെടലുകൾ നടത്തുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉള്ള ഒരാൾ, താങ്കളെ പോലെ ഒരാൾ പങ്കെടുത്തു എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ വാക്കുകളിൽ തന്നെയാണ്, തിരിച്ചറിവോടെ അതിനോടൊപ്പം സഹകരിച്ചു എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് മലയാളികൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ്. എല്ലാവരുടെയും രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു കൂടിച്ചേരലാണ്, ഒരു തിരിച്ചറിവിലേക്കാണ് മലയാളി അവന്റെ അനിവാര്യതയിലേക്ക്, ചില തിരിച്ചറിവുകളിലേക്ക് പോകേണ്ടത്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഞങ്ങൾ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു തരത്തിൽ അൺകണ്ടീഷണലായി ഇത്തരം നടപടികൾ, ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന പിന്തുണ ആദ്യം അറിയിച്ചവരിൽ ഒരാളാണ്. ആ പിന്തുണ തന്നയാളിനോട് തന്നെ ചോദിക്കട്ടെ, കഴിഞ്ഞ 12 മണിക്കൂർ ഞങ്ങൾ നടത്തിയ ശ്രമത്തിൽ ഏറെക്കുറെ ഒരു തരത്തിലെങ്കിലും താങ്കൾ തൃപ്തനാണോ? കാരണം ഞങ്ങൾ ഏറ്റെടുത്ത വളരെ ശ്രമകരമായ ദൗത്യമാണ്. 100-ൽ പരം റിപ്പോർട്ടുകൾ തത്സമയ, ഞങ്ങളുടെ പ്രവർത്തകർ വിവിധ മേഖലകളിൽ നിന്ന് തത്സമയം ആളുകളുമായി എത്തുന്നു. ആ നിലയിൽ ഏറ്റെടുത്ത ഒരു പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ശരത്തെ, ഞാൻ ഈ
ക്യാമ്പയിനെ പറ്റി കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ചാനലിലെ ലല്ലു ആണ് ഒരു വ്യക്തിപരമായ സംഭാഷണത്തിനിടയിൽ ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് എന്നോട് പറഞ്ഞത്. ആ നിമിഷം തന്നെ അത് സംബന്ധിച്ചുള്ള വീഡിയോ എനിക്ക് ആകാവുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലേക്കും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് ഞാൻ ഇതിൽ പരമാവധി ആളുകളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് ഇത് കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട കാരണം, നമുക്കറിയാം പത്രമാധ്യമങ്ങൾ എടുത്താലും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ എടുത്താലും നിങ്ങളുടെയൊക്കെ സ്പേസ് വളരെ പരിമിതമാണ്. എത്ര വലിയ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നാലും 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് അല്ലെങ്കിൽ പരമാവധി 2 മിനിറ്റിനകത്ത് നിൽക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് കഴിയുകയുള്ളൂ. ഇത് എപ്പോഴും സുഹൃത്തുക്കൾ നമ്മളോട് പറയാറുണ്ട്. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിൽ പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില വിഷയങ്ങൾ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്താൽ പോരാ. നിയമസഭയായാലും പാർലമെന്റ് ആയാലും ചില അടിയന്തര പ്രമേയങ്ങൾ വരുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് നമ്മൾ ആ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാറുള്ളത് പോലെ ഈ പിന്നെ ചില കോടതികളിൽ ചില പ്രത്യേക കേസുകൾ വരുമ്പോൾ മറ്റെല്ലാ കേസും മാറ്റിവെച്ച് നമ്മൾ ആ കേസ് ചർച്ചയ്ക്കെടുക്കാറുണ്ട്. എന്നതുപോലെ ഈ ഡെമോക്രസിയിലെ 4ാമത്തെ തൂണായിട്ടുള്ള മാധ്യമങ്ങൾ മറ്റെല്ലാ വിഷയവും മാറ്റിവെച്ച് ഒരു അടിയന്തര പ്രമേയമായി ഒരു വിഷയം എടുക്കുക എന്ന് പറയുന്നത് ഈ 4ാം തൂണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മാനമാണ്. പത്രങ്ങൾ അത് നേരത്തെ പലപ്പോഴും ഒരു പേജ് മുഴുവനും ഒരു വിഷയത്തിന് വേണ്ടി മാറ്റിവെക്കാറുണ്ടെങ്കിലും ദൃശ്യമാധ്യമത്തിന്റെ സ്പേസിനകത്ത് അത് പറ്റാറില്ല. അങ്ങനെ ഒരു എഡിറ്റോറിയൽ പോളിസി കേരളത്തിലെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ന്യൂസ് 18 കേരളം എടുത്തത് വലിയ അഭിനന്ദനം അർഹിക്കുന്നതാണ്. നിങ്ങളത് എത്ര ചെയ്തു എന്നുള്ളതല്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ മുഴുവൻ റിപ്പോർട്ടുകളും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ആയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതിന്റെ വിജയത്തിന്റെ ദശാംശക്കണക്കിനുള്ള കണക്കല്ല നമ്മളിപ്പോൾ എടുക്കേണ്ടത്. 100% നിങ്ങളുടെ റിപ്പോർട്ടർമാർ, നിങ്ങളുടെ ടീം ഇതിനുവേണ്ടി അർപ്പിച്ചു. അവർ പോകേണ്ട സ്ഥലങ്ങളിൽ പോവുകയും അവർ എടുക്കേണ്ട റിപ്പോർട്ടുകൾ എടുക്കുകയും കവർ ചെയ്യേണ്ട വിഷയങ്ങൾ മൊത്തത്തിൽ കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ തീരുമാനം തന്നെയാണ് ആദ്യത്തെ വിജയം. അത് ഈ ദൃശ്യമേഖലയിലെ മറ്റു ചാനലുകൾക്ക് ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായും അത് ഹരീഷ് പറഞ്ഞ പോലെ ശ്രീ സുരേഷ് ഗോപി, മലയോര മേഖല, തീരമേഖല, മധ്യ കേരളം, തെക്കൻ കേരളം, വടക്കൻ കേരളം, ആദിവാസി ഊരുകൾ അടക്കം നമ്മുടെ പുഴകൾ, മലിനമാക്കപ്പെടുന്ന ജലാശയങ്ങൾ, ജനങ്ങളുടെ ആകുലതകൾ ഒക്കെയാണ് പങ്കുവച്ചത്. ആ അർത്ഥത്തിൽ താങ്കൾ ഒരു രാജ്യസഭാ അംഗം കൂടി ആയതുകൊണ്ട് ചോദിക്കട്ടെ, ഞങ്ങൾ അവതരിപ്പിച്ച ഈ അടിയന്തര പ്രമേയം മറ്റെല്ലാം മാറ്റിവെച്ച് മലയാളി ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നു എന്ന് ഞങ്ങൾ കരുതിയാൽ അത് തെറ്റാവില്ലല്ലോ അല്ലേ സുരേഷ് ഗോപി? ഇത് ചർച്ച ചെയ്യുക മാത്രമല്ല, എന്തെങ്കിലും പാതകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതല്ല, നമ്മുടെ സുഹൃത്തുക്കളുടേതാണെങ്കിൽ പോലും അതൊക്കെ തിരുത്തുന്നതിന് വേണ്ടി ഈ ചർച്ച എന്ന് പറയുന്നത് കാണാനോ കേൾക്കാനോ അല്ല, മനസ്സിൽ പതിയാൻ വേണ്ടിയാണ്. ആ മനസ്സിൽ പതിയുന്നത് വഴി ഇതിനൊരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ ഈ വർഷകാലം ഞാൻ പറയുന്നില്ല, അടുത്ത വർഷകാലമെങ്കിലും നമുക്ക് മണ്ണിന്റെ ജലസ്രോതസ്, വാട്ടർ ബെഡ്, ഇതൊക്കെ സമ്പുഷ്ടമാക്കുന്ന രീതിയിൽ, എനിക്ക് അറിയത്തില്ല, ബോസാർ അവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം, മഴക്കുഴി, റെയിൻ ഹാർവെസ്റ്റിംഗ്, അതുപോലെ തന്നെ കിണർ റീചാർജ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഈ വാസ്തുവിദ്യയിൽ പറയും നമുക്ക് ഇവിടെ ഒരു ജന്നൽ വേണ്ടതാണ്. പക്ഷേ ഇതിനിപ്പോൾ ഇത്രയും സിമെന്റൊക്കെ കട്ട് ചെയ്ത് പൊളിച്ച് സാരമില്ല, ഒരു ചെറിയൊരു 1/2 ഇഞ്ച് പൈപ്പിട്ടൊരു ഹോൾ ഉണ്ടാക്കിയേക്കും. പരിഹാരം എന്ന് പറയുന്നത് തൊലിപ്പുറ ലേപനമായിട്ട് നമുക്ക് ഈ കാര്യത്തിൽ പറ്റില്ല. എന്ത് നമ്മൾ വളരെ മോശപ്പെട്ട രീതിയിൽ അതിക്രമിച്ച് കടന്ന് വളരെ ദൂരം നാശത്തിലേക്ക് കൊണ്ടുപോയോ അത് അതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണം. കിണറുകളെല്ലാം ആദ്യം ഊറ്റ് വരുന്ന തരത്തിൽ യോഗ്യമാക്കി വൃത്തിയാക്കി എടുക്കണം. ഊറ്റ് വരും, അത് മഴക്കാലത്ത് മണ്ണിലേക്ക് കടന്ന് ചെന്ന് വാട്ടർ ബെഡ് മുഴുവൻ സ്ട്രോങ് ആവുന്നതിന് നമ്മൾ നമ്മുടെ പറമ്പുകൾ കിളച്ചിടണം. ഇതൊക്കെ നമുക്ക് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ഒരു ശീലമായിരുന്നില്ലേ? വേനൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിക്കാർ വന്ന് പറമ്പിൽ നിന്ന് ആഞ്ഞ് വെട്ടി ചെളിക്കഷ്ണം പോലത്തെ കട്ടകളാണ്, പാറക്കഷ്ണം പോലത്തെ കട്ടകൾ വാരി കൂമ്പാരം കൂട്ടും. ഇത് ഏതാണ്ട് ഓണം എത്തുമ്പോഴേക്കും തുമ്പയൊക്കെ കിളിച്ച് തുമ്പപ്പൂ ഇങ്ങനെ തളിർത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഈ വലിച്ചുകൂട്ടിയ കൂന എത്രയും നിരപ്പായി വീണ്ടും ചെളിക്കട്ടയായിരിക്കുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജലം മുഴുവൻ മണ്ണിനടിയിലേക്ക് പോയി. ഇന്ന് എത്ര വീടുകൾക്ക് അത്തരം മുറ്റമുണ്ട്, എത്ര ഫ്ളാറ്റുകൾ. അപ്പോ ഭൂമിയുടെ എല്ലാ ദ്വാരങ്ങളും നമ്മൾ അടയ്ക്കുന്നു. അത് നമ്മുടെ ജീവന്റെ പ്രധാനപ്പെട്ട ദ്വാരം സീൽ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഇതിനൊക്കെ കറക്ഷൻ ഉണ്ടാവണം. ഫ്ളാറ്റുകളുടെ ചുറ്റുമുള്ള സിമന്റ് തറകൾ
ഭൂമിയിലേക്ക് ഓരോ പറമ്പിലും ഓരോ മതിൽക്കെട്ടിനകത്ത് നിന്നും ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം, മഴ പെയ്ത വെള്ളം ടാറിട്ട റോഡുകളിൽ നിന്ന് സിമെന്റ് ചെയ്ത വാട്ടർ ട്രഫുകളിലേക്ക്, അതിൽ നിന്ന് നേരെ കടലിലേക്കാണ് പോകുന്നത്. കടലിന്, ഉപ്പിൽ മുങ്ങിക്കിടക്കുന്ന കടലിന് ഇത്രയും ദാഹമാണ്, അതിന് ജലം നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന് ആരാണ് സയൻസിൽ പഠിപ്പിച്ചിരിക്കുന്നത്? ഭൂമിയിലെ ജലത്തിന്റെ അംശം ശക്തമായി, സോയിൽ പ്രഷർ അത്രയും സ്ട്രോങ് ആയി നിർത്തിയില്ലെങ്കിൽ നമുക്ക് ഇൻഫിൽട്രേഷൻ ഉണ്ടാവും ഫ്രം ദ സീ. ഓസ്മോട്ടിക് പ്രഷറൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഉപ്പ് കടന്നു കയറിയാൽ പിന്നെ ഇതിനൊരു തിരുത്തലില്ല. തീർച്ചയായും അത് തന്നെയാണ്. ആ ഉപ്പിന്റെ കടന്നുകയറ്റമാണ് മണ്ണിനെ മരുഭൂമിക്ക് സമാനമാക്കി മാറ്റുന്നത്. അത്തരം ഒരു കാലത്തെ പോലും ഭയക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് കാണുമ്പോൾ ഒരു പിക്കാസ് എടുത്ത് മിറ്റത്തിട്ടിരിക്കുന്ന ഇന്റർലോക്ക് പൊളിക്കാൻ ഒരാൾക്കെങ്കിലും, ഒരു മലയാളിക്കെങ്കിലും തോന്നിയാൽ അതാണ് യഥാർത്ഥത്തിൽ ഈ 12 മണിക്കൂർ ഞങ്ങൾ ചെലവഴിച്ചതിന്റെ ചാരിതാർത്ഥ്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, ഈ താങ്കൾ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഈ കിണർ റീചാർജിങ്, കിണർ നിറ എന്നതിനെക്കുറിച്ച് പ്രത്യേകമായി എന്നോട് സംസാരിച്ചവരുണ്ട്. അതൊന്ന് ഓർത്തു വെച്ചോളുക, പിന്നാലെ വരാം. താങ്കൾ സ്വതന്ത്രമായി, വളരെ സമഗ്രമായി ഈ ജലസംരക്ഷണത്തെക്കുറിച്ച് ശാസ്ത്രീയമായി എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് ഒരുപാട് പരിശ്രമങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നതാണ്. താങ്കളെക്കുറിച്ച് റിപ്പോർട്ടിൽ വായിച്ചപ്പോൾ ഇന്ന നമ്പറിൽ വിളിച്ചാൽ വളരെ സൗജന്യമായി താങ്കൾ അതേക്കുറിച്ച് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കും. യൂട്യൂബിൽ പോയാൽ താങ്കൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിശദീകരണങ്ങളുടെ ദൃശ്യപരമായിട്ടുള്ള ചിത്രീകരണങ്ങൾ കാണാം. ഇതിനപ്പുറം ഇത്രയൊക്കെ താങ്കൾ ചെയ്തു വെക്കുന്നു, വ്യക്തിപരമായി ആകാവുന്നത്. മാധ്യമങ്ങൾ പല ഘട്ടത്തിലും ഇത് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പരിശ്രമം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുബോധത്തിൽ ഒരു പുതിയ സാധ്യതയായി ഈ 12 മണിക്കൂർ മാറും എന്ന ഒരു ആത്മവിശ്വാസം താങ്കൾക്ക് എത്രമാത്രമുണ്ട്? 100% 12 മണിക്കൂറിലെ ഈ ചർച്ച മാറുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി കേരളത്തിന്റെ എൻ്റെ ഇതുവരെയുള്ള ഔദ്യോഗികവും അല്ലാതെയും സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിന്റെ, എൻ്റെ മൊത്തം വയസ്സിന്റെ ജീവിതത്തിൽ ചരിത്രത്തിൻ്റെ തന്നെ ഒരു വഴിത്തിരിവായി ഞാൻ ഈ മാധ്യമ പരിപാടിയെ കാണാൻ ആഗ്രഹിക്കുന്നു. 25 വർഷങ്ങളായി ഇത് തന്നെ വിവിധ രൂപത്തിൽ പറയുകയും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതിലൂടെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ വിവിധ രൂപത്തിൽ പറയുകയും ചെയ്യുമ്പോഴും കുറേ പ്രിന്റ് മീഡിയകൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും, മലയാള മനോരമ പോലുള്ള, പലതുള്ളി പോലുള്ള പല പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും, ഒരു ചാനൽ ഇത്രയും സമയം, നിങ്ങളുടെ എത്രയോ പണം, ഞായറാഴ്ചയിലെ നല്ല ഞാൻ അറിയാതെ എന്റെ മനസ്സിൽ, നിങ്ങൾ എനിക്ക് ഈ മെസ്സേജ് എന്നെ അറിയിച്ച ശ്രീനാഥും ശരത്തും എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്റെ ഫേസ്ബുക്ക്, ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടാണ്, എന്റെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഞാൻ ഒരുപാട് മെസ്സേജുകൾ അയച്ചു, ഇത് കാണണം. പലരും എന്നോട് ചോദിച്ചു എന്താണ് താങ്കളുടെ ഫേസ്ബുക്ക് പേജ് തന്നെ ജലം എന്ന ജലം. എന്നോടൊരു സുഹൃത്ത് ചോദിച്ചത് എന്താണ് ന്യൂസ് 18ന്റെ അജണ്ട, അവർ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നുണ്ടോ കേരളത്തിൽ? ഞാൻ പറഞ്ഞു അവർ തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയൊരു ജലസാക്ഷരത, വലിയൊരു ജീവജലത്തിന്റെ വലിയൊരു ക്യാമ്പയിൻ. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് വരാം. മഹാന്മാർ ജനിക്കുന്നത് നൂറ്റാണ്ടുകൾക്കിടയിലായിരിക്കാം. മഹത്തായ കാര്യങ്ങൾ പക്ഷേ വല്ലപ്പോഴും ഭൂമിയിൽ സംഭവിക്കും. എല്ലാവർക്കും ആവാനാകില്ല. പക്ഷെ മഹത്തായ പ്രസ്ഥാനങ്ങളോടും മഹത്തായ ആശയങ്ങളോടും ചേർന്ന് നിൽക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ ജീവജലമെന്ന ആശയം, അതിനോട് ചേർന്ന് നിൽക്കാൻ ഈ രംഗത്ത് നിൽക്കുന്ന ഏറ്റവും ലളിതമായിട്ടെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്ന എന്നെ കൂടി ക്ഷണിച്ചതിനുള്ള വലിയ സ്നേഹമുണ്ട്. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, സുരേഷ് ഗോപി സാർ പറഞ്ഞതുപോലെ, ഹരീഷ് വാസ്തവ് പറഞ്ഞതുപോലെ, ഗൗരവമായ തിരിച്ചറിവിലേക്ക് ഭൂമി പോകേണ്ടതുണ്ട്, കേരളം പോകേണ്ടതുണ്ട്. നാം ചെയ്തു കൂട്ടുന്ന ഓരോ പാതകവും, തമിഴ്നാട്ടിൽ മഴവെള്ള സംഭരണം ഏർപ്പെടുത്താൻ ജയലളിത തീരുമാനിച്ചപ്പോൾ ആദ്യം ഇടിച്ചു പൊളിച്ചത് പയസ് ഗാർഡനിൽ JCB കൊണ്ടുവന്ന് അവരുടെ ഗ്രൗണ്ടാണ്, മുറ്റമാണ്. KR നാരായണ സാർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഡൽഹിയിലെ സുനിതാ നരയനെ കൊണ്ട് മഴവെള്ളം സംഭരിപ്പിച്ചു. ഗാന്ധിജി മഴവെള്ളം കുടിച്ചതിൻ്റെ കുടുംബം 5 തലമുറകളായി പിന്നോട്ടെടുക്കുമ്പോൾ 5 തലമുറകളായി മഴവെള്ളമാണ് കുടിക്കുന്നത്. ജെറുസലേമിൽ യേശുവിൻ്റെ ചരിത്ര കഥകളുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ ഒരു പ്രദേശത്ത്, എൻ്റെ ചിത്രമൊക്കെ ഉണ്ട്, വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, മഴവെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. മഴയാണ് പ്രകൃതിയുടെ സുഹൃതം. ഈ ജലമാണ് കടലിനുള്ളത്. എല്ലാം നമ്മുടെ ഭൂമിയിലെ സകല സ്രോതസ്സും മഴയാണ്. ഭാഗ്യവശാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് കേരളം. കേരളത്തിന് 1ാം സ്ഥാനം കിട്ടുമായിരുന്നു നമ്മൾ രാജ്യമായിരുന്നെങ്കിൽ. നമ്മൾ സംസ്ഥാനമായി പോയതുകൊണ്ടാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വരൾച്ചയെക്കുറിച്ച് പലരും പറയാറുണ്ട്, വരൾച്ച എന്തോ പാതകം ചെയ്തു എന്നാണ്. എന്ന് മഴയായ പറ്റുമോ? വരൾച്ചയും വെള്ളപ്പൊക്കവും സുനാമിയും എല്ലാം പ്രകൃതിയുടെ ചലനമാണ്.
ആ ചലനം ആവശ്യമുണ്ട്. വേനലുകൾ ആവശ്യമുണ്ട്. ഇവിടെ വേനലുകളിൽ ഒരുപാട് പൂക്കളുണ്ട്, പുതിയ ജീവികൾ ഉണ്ടാകുന്നു, ബാക്ടീരിയകൾ ഉണ്ടാകുന്നു. ഒരു മണ്ണിനെ ശുദ്ധീകരിക്കുന്നതിന് വേനലിന് പങ്കുണ്ട്. വേനലിനെ പഴിക്കരുത്. പിന്നൊരു പ്രയോഗം ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഞാൻ അതിനെതിരെ ശക്തമായി എഴുതിയിട്ടൊക്കെ ഉണ്ട്. മഴ ചതിച്ചു. കേട്ടാൽ തോന്നും മഴയും നമ്മൾ തമ്മിൽ ഏതാണ്ടൊരു കരാറുണ്ടെന്ന്. മഴ ചതിച്ചതല്ല, ഇത് മനസ്സിലാകാത്ത മനുഷ്യരാണ് പരസ്പരം ചതിച്ചത്. മഴയെ മനസ്സിലാക്കുക, വെള്ളത്തെ മനസ്സിലാക്കുക. ചിറാപുഞ്ചിയിൽ എന്നും മഴയാണല്ലോ, പക്ഷേ എന്നിട്ടും ലോകത്തിൽ ഏറ്റവും മഴ കിട്ടുന്ന സ്ഥലമാണല്ലോ മൗൺസൺ ഡാമും ചിറാപുഞ്ചിയും. അവിടെ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ മഴ എത്ര കിട്ടി എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെ വെള്ളത്തെ കൈകാര്യം ചെയ്തു. അതുപോലൊരു പ്രദേശമാണ് കുട്ടനാട്. ഇപ്പോൾ ചെന്നാലും എപ്പോഴും വെള്ളമുണ്ട്, 4 ചുറ്റും വെള്ളമുണ്ട്. ഞാൻ ഈ പരിപാടി തന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഇട്ടപ്പോൾ, വാട്സാപ്പിൽ ഇട്ടപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. നമ്മുടെ മുത്തശ്ശിമാർ ആറ്റിൽ വെള്ളം കണ്ടു, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കുളത്തിൽ കണ്ടു, നമ്മൾ കിണറ്റിൽ കണ്ടു, പിന്നെ നമ്മുടെ മക്കൾ ഇതാ പൈപ്പിൽ കാണുന്നു, ഇനി നമ്മുടെ കൊച്ചുമക്കൾ കുപ്പിയിൽ കാണുന്നു. അവരുടെ മക്കൾ എവിടെ കാണും വെള്ളം? എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? 69 ലക്ഷം കിണർ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതാരാണ് ഈ കിണറിന്റെ ഉത്തരവാദികൾ? വർഷത്തിൽ 2 മാസം വെള്ളമില്ലാതിരിക്കുന്നു. പുറപ്പുറത്ത് ധാരാളം കോടിക്കണക്കിന് ലിറ്റർ വെള്ളം കേരളത്തിന്റെ 90 ലക്ഷം വീടുകൾ കേരളത്തിൽ. പുറപ്പുറത്ത് എത്ര കോടി ലിറ്റർ വെള്ളം വീഴുന്നു? പരശുദ്ധമായ വെള്ളം എന്തേ നമുക്ക് ഭൂമിയിൽ കടത്താൻ കഴിയുന്നില്ല? ഗൗരവമായ ചോദ്യം. 1 ഹെക്ടർ വയലുണ്ടെങ്കിൽ 3 ലക്ഷം ലിറ്റർ വെള്ളം. 1 ഹെക്ടർ കാടെന്ന് പറയുമ്പോൾ ഈ സിംഹവും കടുവയും ഉള്ള കാടല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ആവാസ വ്യവസ്ഥ എന്ന് എടുത്തോളൂ. 3 ലക്ഷം ലിറ്റർ വെള്ളം, അല്ല 32,000 ഘന കിലോമീറ്റർ വെള്ളം 1 ഹെക്ടർ കാട്ടിൽ. 1 ഹെക്ടർ വയലിൽ 3 ലക്ഷം ലിറ്റർ വെള്ളം. വയൽ വേണ്ട, മല വേണ്ട, പുഴ വേണ്ട, തോട് വേണ്ട, എല്ലാം മാലിന്യം വലിച്ചെറിയുക. എന്നിട്ട് മഴ മാറുമ്പോൾ വേനലിന് പഴിക്കുക, മഴയെ പഴിക്കുക. മഴ വന്നാലോ 1000 വേനൽ കണ്ടാലും അരമഴ വന്നാൽ അത് മറന്നു പോകുക, മഴ ശല്യമാവുക. മഴ സുഹൃത്താവണം. മഴ നമ്മുടെ സമ്പത്താണ്. ജലത്തെ സ്നേഹിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടിലേക്ക് മലയാളി മാറേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, ഇപ്പോൾ ഈ കിണറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്ന് രാവിലത്തെ ചർച്ചയിൽ വളരെ ഗൗരവമായി ഉയർന്നു വന്ന ഒറ്റ പരാമർശം, കിണറിനെ സെപ്റ്റിക് ടാങ്ക് ആക്കി മാറ്റാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹമായി മലയാളി മാറിയിട്ടുണ്ട്. വളരെ ഗൗരവമായ ഒരു നിരീക്ഷണം രാവിലെ വന്നത്. ആ മലയാളിയെ മാത്രം ഞാൻ കുറ്റം പറയില്ല, പക്ഷെ അങ്ങനെ ഒരു മനോഭാവം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഭരണകൂട മനോഭാവം. ഈ രൂപത്തിലേക്ക് പരിശോധിച്ചാൽ കേരളം യഥാർത്ഥത്തിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് അക്ഷരാഭ്യാസം ഉള്ള ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും പ്രകൃതിയോടുള്ള നമ്മുടെ കൺസേൺ, നമ്മുടെ സെൻസിറ്റിവിറ്റി എന്ന് പറയും, അത് വളരെ കുറവാണ്. തമിഴ്നാട്ടിൽ പോയാൽ അവര് മനുഷ്യരോടും പ്രകൃതിയോടും അവർക്ക് വളരെ സെൻസിറ്റിവിറ്റി ഉണ്ട്. അവർ സ്ത്രീകളെ അമ്മേ എന്നേ വിളിക്കുള്ളൂ. കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും, ഞാൻ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജഡ്ജിമാര് പോലും ചെറിയ വക്കീലന്മാരെ പോലും അമ്മ എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ട്. അവർക്ക് മണ്ണിനോടും അത്തരത്തിലൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ മലയാളിക്ക്, ഞാൻ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ഈ അടുത്ത കാലത്ത് ഒരു റെയ്ഡ് നടന്നപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ, ആ ഉദ്യോഗസ്ഥന്റെ കൂടെ പോയപ്പോൾ ഞാൻ കണ്ടത്, കുഴൽക്കിണറിനകത്തേക്ക് ആ ഹോട്ടലിലെ മാലിന്യം മുഴുവൻ നിക്ഷേപിക്കുന്നതാണ്. അത് കിണറിലേക്ക് പോലും അല്ലെന്ന് ആലോചിക്കണം, കുഴൽക്കിണറിലേക്ക്. ഞാൻ ഭൂഗർഭ ജലത്തിനകത്തേക്ക് അവർക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ ആ വേസ്റ്റ് കൊണ്ടുപോയിടുകയാണ്. എത്ര അപകടകരമായ, ഇങ്ങനെ ഒരു ജനതയും ഇങ്ങനെ സ്വന്തം ജനത്തോട്, ഈ ഒരു പക്ഷിയും സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കാറില്ല എന്ന് പഴയ ഒരു പുസ്തകത്തിൽ നിന്ന് പഴയൊരു എഴുത്തുകാരനെ പറ്റി പറഞ്ഞതുപോലെ, നമ്മൾ ഒരു ജീവിയും ചെയ്യാത്ത കാര്യമാണ് സ്വന്തം കുടിവെള്ളത്തിനകത്തേക്ക് വിഷം മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മാലിന്യം വലിച്ചെറിയുക എന്നുള്ളത്. അത് മലയാളി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ സത്യത്തിൽ നമുക്കൊരു വലിയ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാകുന്നതിന്റെ ഭാഗമായി തന്നെ നമുക്കൊരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റവും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഈ പശ്ചിമഘട്ടം വലിയൊരു ജലഗോപുരമാണെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വിശേഷിപ്പിച്ച നമ്മുടെ പശ്ചിമഘട്ടം, അതിന്റെ നാശം തീർച്ചയായിട്ടും ഈ ജലം സംരക്ഷിച്ച് പിടിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിന്റെ നാശമാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പെട്ടെന്നുണ്ടാകുന്ന വരൾച്ച. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം കിട്ടുന്ന മഴ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് ഇല്ലാതാവുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട വശം, നെൽവയലുകൾ 8 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്നത് 2 ലക്ഷം ഹെക്ടറായി കുറഞ്ഞപ്പോൾ നേരത്തെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുപോലെയുള്ള ആ കുറവുണ്ടായിട്ടുണ്ട്. അത്രയും 6 ലക്ഷം ഹെക്ടറിൽ പിടിച്ചു വെക്കാവുന്ന നീർത്തടത്തിന്റെ അളവില്ലാതായി. തീരദേശത്ത് ഈ പ്രഷർ, ഈ വെള്ളം താഴോട്ട് ഒഴുകി വരുമ്പോൾ ഇല്ലാത്ത പ്രഷർ ഉപ്പുവെള്ളം മുകളിലോട്ട് കയറി വരുന്നതിന്റെ ഭാഗമായി ഇപ്പൊ CWRMന്റെ കണക്ക് പരിശോധിച്ചാൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്നിങ്ങനെ വന്ന് പല
പമ്പിംഗ് സ്റ്റേഷനുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് നമ്മളെ ഇത് ബാധിക്കുന്നത്, ഈ ജലത്തിന്റെ പ്രശ്നം. അപ്പോഴാണ് നമ്മൾ കിട്ടുന്ന അവശേഷിക്കുന്ന കുറച്ച് വെള്ളത്തിനകത്തേക്ക് ഈ മാലിന്യം നിക്ഷേപിച്ച് അതുപോലും കുടിക്കാൻ യോഗ്യമല്ലാത്ത വിധത്തിലേക്ക് മാറ്റുന്നത്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ എന്റെ തലമുറയ്ക്ക് ഒരു ഈ വെള്ളത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസെൻസിറ്റിവ് എവിടുന്ന വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിച്ച് ഇട്ടാൽ മോട്ടറിൽ വെള്ളം വരും. നമ്മുടെ വെള്ളത്തെ കാണുന്നത് അങ്ങനെയാണ്. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ടാങ്ക് നിറയും, ആ ടാങ്കിൽ നിന്ന് പൈപ്പിലൂടെ സുലഭമായി വെള്ളം കിട്ടും, ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഈ കുളിക്കുമ്പോഴോ നമ്മൾ ഉപയോഗിക്കുമ്പോഴോ ഇതിന് യാതൊരു റെസ്ട്രിക്ഷനും വെക്കാൻ നമുക്ക് തോന്നുകയില്ല. പക്ഷെ ഞാൻ ആദ്യത്തെ 5 ക്ലാസ് വരെ പഠിച്ചപ്പോൾ വെള്ളം ചുമന്നുകൊണ്ട് വന്നാണ്. കാസർഗോഡ് ജില്ലയിലെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഞാൻ വളർന്നത്. അപ്പൊ ഓരോ ദിവസവും അച്ഛൻ ഈ വെള്ളം കൊണ്ടുവരാൻ പറയുമായിരുന്നു ബക്കറ്റിൽ. എന്നിട്ട് ബക്കറ്റിൽ തന്നെ വെച്ച് കുളിച്ചതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ഞാൻ പോയി കോരണം. അപ്പൊ 45-50 മീറ്റർ താഴ്ചയുള്ള കിണറിൽ നിന്ന് വേണം കോരാൻ. അന്നത്തെ കാലത്ത് നമുക്കിതിന്റെ വില മനസ്സിലാകുമായിരുന്നു. അതായത് ഹരീഷ്, അതായത് ജൈവപരമായി മലയാളി ജലത്തിൽ നിന്നും ഏറെ അകന്നു കഴിഞ്ഞു. ഒരു വൈകാരികമായ അടുപ്പവും അവന് ജലത്തോട് തോന്നേണ്ടതില്ല. അവന്റെ അപ്പോഴത്തെ ആവശ്യങ്ങൾക്കുള്ള ഒരു വസ്തു എന്നതിനപ്പുറത്തേക്ക് ഒരു മമതയും ഇല്ലാത്ത ഒന്നായി ജലത്തെ കാണുന്നു. അവിടെയാണ് കുടിവെള്ളം പോലും മലിനമാക്കാൻ ഒരു മടിയുമില്ലാത്ത നിലയിലേക്ക് മാറുന്നത്. അത് മനുഷ്യന്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് ഡോക്ടർ തോമസ് ഐസക് കൂടി ചേരും, ധനമന്ത്രി. ഡോക്ടർ തോമസ് ഐസക്, രാവിലെ താങ്കൾ ഈ തുടക്കത്തിലും ഉണ്ടായിരുന്നയാളാണ്. ജലസമൃദ്ധി പഴങ്കഥയായ കഥ താങ്കൾ പറഞ്ഞു. ഡാമുകളുടെ സ്കോപ്പിനെ കുറിച്ച് പരിശോധിക്കണമെന്ന് പറഞ്ഞു. പുഴകൾ വീണ്ടെടുക്കുക എന്നതാണ് അനിവാര്യമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ജലസംരക്ഷണം ശാസ്ത്രീയമായി ഉണ്ടാകേണ്ടതാണ് എന്ന് പറഞ്ഞു. അതിന് വരൾച്ച ഒരു സന്ദർഭം ഒരുക്കലായി മാറുന്നു എന്നും താങ്കൾ പറഞ്ഞു. അതിൽ പുഴകളെ വീണ്ടെടുക്കാൻ പുഴ നടത്തത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് ജൈവപരമായ നടപടികൾക്കൊപ്പം വരട്ടാറിനെ കുറിച്ച് പറഞ്ഞു. കാരാമ്പുഴയിലാണ് ഇന്ന് പങ്കെടുത്തത്. ആലപ്പുഴയിലെ താങ്കളുടെ തന്നെ മണ്ഡലത്തിലെ കനാൽ ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്ന് നമ്മൾക്കറിയാം. പുഴ നികത്തുന്നതും മലീമസമാക്കുന്നതും ഒക്കെ പറഞ്ഞു. ഞാനിതൊക്കെ പറഞ്ഞത് ചുരുങ്ങിയ സമയത്ത് അതിലേക്ക് വീണ്ടും പോകേണ്ടതില്ല എന്നതുകൊണ്ട്. പ്രേക്ഷകർ 12 മണിക്കൂറായി നമ്മൾക്കൊപ്പം ഉള്ളതാണല്ലോ. ഇതെല്ലാം ഉണ്ട്, ശരിയാണ്. ഒറ്റ കാര്യം, എവിടെയാണ് ഇതിനൊക്കെ ബദലായി ഒരു പദ്ധതി കേരളത്തിനുള്ളത്? അവിടെയാണ് അന്വേഷണം. ഇപ്പോൾ ഹരിത കേരളമുണ്ട്, മറന്നിട്ടല്ല. പക്ഷെ ഒരു ഹരിത കേരളം ഈ വിധമായ ഗൗരവമായ പ്രശ്നങ്ങളെ എല്ലാം സമാഹരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ബദലാണോ? കേരളത്തിനൊരു ബദൽ യഥാർത്ഥത്തിൽ ഈ നാശം പിടിച്ച സാഹചര്യത്തിലുണ്ടോ? ഒരു ബദലല്ലല്ലോ, പല ബദലുകൾ വേണ്ടിവരും. ഓരോ പ്രദേശത്തിനും ഓരോ രീതിയിലുള്ള ഇടപെടലാണ് അനിവാര്യമായിട്ട് വരിക. അപ്പം അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. എങ്കിലും പൊതുവിൽ പറഞ്ഞാൽ നീർത്തട ആസൂത്രണം തന്നെയാണ്. ഓരോ പ്രദേശത്തും പരമാവധി വെള്ളം അതിന്റെ സംഭരണശേഷി പരമാവധി വർദ്ധിപ്പിക്കാം. അതിനാവശ്യമായ ഒരു പാക്കേജ് ഓരോ പ്രദേശത്തും തയ്യാറാക്കുക. അവ കൂട്ടിച്ചേർത്ത് ഒരു റിവർ ബേസിൻ പ്ലാനിലേക്ക് നമുക്ക് പോകാൻ കഴിയുക. ഇത്തരത്തിലൊരു സമീപനം നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഈ ഒരു പൊതു സമീപനത്തിൻ്റെ ഉള്ളൂ. അത് പ്രായോഗിക പ്രവർത്തനമായിട്ട് മാറ്റുമ്പോൾ നമ്മൾ ഓരോ പ്രദേശത്തും ഓരോ രീതിയിലുള്ള തോമസ് ഐസക്, അങ്ങനെ ബദലുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ബദലുകളെ കൂട്ടിയോജിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ടവരെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോമിന്റെ സാഹചര്യം ഒരുക്കൽ യഥാർത്ഥത്തിൽ സർക്കാരിന് സാധ്യമായിട്ടുണ്ടോ? അതിങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും നമുക്ക് മാനസാന്തരപ്പെടുത്തി ബോധവൽക്കരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇതിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂട്ടായിട്ട് ഇടപെടാം. ആ ഇടപെടലിന്റെ വിജയം മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറ്റാൻ ശ്രമിക്കുക. ഇങ്ങനൊരു സമീപനമായിരിക്കും പ്രായോഗികമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഇടപെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന പ്രദേശങ്ങളിൽ ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഇടപെടാനും അവർക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഒക്കെ എന്റെ അധികാരമൊക്കെ വിനിയോഗിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. തീർച്ചയായും അത് വ്യക്തിപരമായി താങ്കൾ ചെയ്യുമ്പോഴും പൊതുവായ ഒരു സംവിധാനത്തിൽ അത്രമേൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതിലെ ഒരു നിരാശ താങ്കളുടെ വാക്കുകളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ താങ്കൾക്ക് തിരുത്താം. പക്ഷേ ഞാൻ അതിനു മുൻപ് ശ്രീ സുരേഷ് ഗോപിയിലേക്ക്. ശ്രീ സുരേഷ് ഗോപി, ഒരുപാട് നിയമങ്ങളുണ്ട് ഈ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെ പ്രതിരോധിക്കാൻ പാകത്തിന്. പക്ഷേ ആ നിയമങ്ങൾ ഫലപ്രദമായി എത്തുന്നുണ്ടോ? ബദലുകളുണ്ട് എന്ന് മന്ത്രി പറയുന്നു. ആ ബദലുകളിൽ താങ്കൾ തൃപ്തനാണോ? ഈ ബദലുകൾക്കനുസരിച്ച് ഈ മേഖലയിലെ വിദഗ്ധരെയും മറ്റും ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പരിസ്ഥിതി പ്ലാറ്റ്ഫോം യഥാർത്ഥത്തിൽ
ജലത്തിന്റെ കാര്യത്തിലടക്കം ജലത്തെ ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതിലടക്കം കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് കേരളം പോകുന്നുണ്ട് എന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചതുപോലെ ഒരു പ്രത്യാശ താങ്കൾക്കുണ്ടോ? അല്ല, മന്ത്രി പറഞ്ഞത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ്, വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അങ്ങനെ ഒരു മന്ത്രിക്ക് പറയുവാനും സാധിക്കൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇതങ്ങനെ ഒരു കൺസോളിഡേറ്റഡ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. ഓരോ വീടും ഓരോ വീട്ടിലെയും അച്ഛനും അമ്മയും മക്കളും ഇത് ഒരു തീരുമാനത്തിലെത്തിയേ മതിയാവും. അവരുടെ ഒരു കൺസോളിഡേഷൻ വരണം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് കാട്ടാക്കടയിലെ മൊളിയൂർ കുളം എന്ന് പറയുന്ന കുളം റിവൈവ് ചെയ്യാൻ വേണ്ടി ഒരു പദ്ധതി എൻ്റെ പാർട്ടി ആവിഷ്കരിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് ജനസഞ്ചയം ഭീകരമായിരുന്നു. എല്ലാവർക്കും ആ കുളം വേണം. പക്ഷെ അതിപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കപ്പെടാൻ തക്ക പരുവത്തിൽ മണ്ണിട്ട് നിറച്ച് ഒരു പറമ്പാക്കിയിട്ടിരിക്കുകയാണ്. ഈ കുളത്തിന്റെ അവകാശം ശരിക്കും അവിടെ ആ കുളത്തിന്റെ തൊട്ട് കരയിലുള്ള ഒരു ക്ഷേത്രത്തിനാണ് ഇതിന്റെ അവകാശം. പക്ഷെ അതിനെതിരെ പഞ്ചായത്ത് കേസ് കൊടുത്തിട്ട് അത് തർക്കത്തിൽ കിടക്കുകയാണ്. തർക്കം ആർക്കിത് സ്വന്തപ്പെട്ടത് എന്നുള്ളത് അവസാനത്തെ കാര്യമാണ്. ഇപ്പോഴത്തെ അത്യാവശ്യം എന്താണ്? ആ പഞ്ചായത്ത് നിശ്ചയിക്കണം ഇത് കുളമാണ്, മൊളിയൂർ കുളം എന്നൊരു പേര് ഇതിനുണ്ട്, ഇന്ന് ഞങ്ങളിത് തോണ്ടും, കുളമാക്കി ഇത് അവശേഷിപ്പിക്കും, അതിനുശേഷം അവകാശ യുദ്ധം എന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ആണ് വരേണ്ടത്. ഓരോ പഞ്ചായത്തിനും നമ്മളെല്ലാം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ബേസിക് യൂണിറ്റ്സ് ആയിട്ട് കാണുന്നത് പഞ്ചായത്തുകളാണ്. ഓരോ ഗ്രാമപഞ്ചായത്തും ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും മീറ്റിങ്ങുകളിൽ ഇത് അവിടെയാണ് മിനിമം നമ്പർ ഓഫ് സിറ്റിസൺസ് വരുന്നത്. അവരെ എല്ലാം നമുക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഇത് കയറ്റാൻ പറ്റണം. ഇതുപോലെ സിംബോളിക്കായിട്ട് അല്ലെങ്കിൽ സന്ദേശപൂരിതമായി ഓരോ പഞ്ചായത്തിനും അവരുടെ കീഴിലുള്ള കുളങ്ങൾ അത്രയും തോണ്ടി വൃത്തിയാക്കി അതിന്റെ റീറ്റെയിനിങ് വാളുകൾ കെട്ടി ജലസംഭരണം, മഴ വെള്ള സംഭരണം പൂർണ്ണമാക്കിയാൽ ഇത് എങ്ങോട്ട് ഒലിച്ചു പോകുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഭരണകൂടങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രണ്ട് വശത്തേക്ക് ടാറിട്ട റോഡിന്റെ രണ്ട് വശത്തേക്ക് കൊണ്ടുവന്ന് ഒരു ചെറിയ പഴുതുപോലും കൊടുക്കാതെ ഇന്റർലോക്ക് ചെയ്ത് സിമെന്റ് ട്രസ്സിനകത്തൂടെ ഇത് കടലിലേക്ക് കൊണ്ട് ഈ വെള്ളം തള്ളുകയാണ്. നമ്മൾ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ വാട്ടർ കാച്ച്മെന്റ് ഏരിയാസ്, അവിടെ ഇവിടെയും പോൺസ്. ഇത് നമുക്ക് വേണം. അതിനുള്ള സ്പേസ് കൂടി നാഷണൽ ഹൈവേയുടെ ആയാലും ശരി തന്നെ, സ്റ്റേറ്റ് ഹൈവേയുടെ ആയാലും ശരി തന്നെ, റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മണ്ണിൽ തങ്ങി നിർത്തുന്നതിന് ഒരു വേനൽക്കാലം, ബോസാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേനൽ ആവശ്യമാണ്. പക്ഷേ വേനലിന്റെ വറുതി എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഡോക്ടർ തോമസ് ഐസക്കിന് അറിയാം എത്ര കോടിയാണ് ഓരോ ജില്ലയും ആവശ്യപ്പെടുക. അദ്ദേഹത്തിന്റെ കേരളത്തിലെ മിനിസ്ട്രി എത്ര കോടിയാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെടുക. ഈ കേന്ദ്രം ഒരു 30,000 കോടി കേരളത്തിന് കൊടുത്താൽ എല്ലാവർക്കും സന്തോഷമാവും. പക്ഷെ കേന്ദ്രം എവിടുന്നാണ് ഈ 30,000 അല്ലെങ്കിൽ 50,000 കോടി? തമിഴ്നാട് ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് 1,00,000 കോടിയാണ് ഡ്രൗട്ട് മാനേജ്മെന്റിന് വേണ്ടി. അപ്പോ ഇങ്ങനെ കൊടുക്കുന്ന പണം എവിടെ നിന്നാണ്? നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണ, ദേഹത്ത് തേക്കുന്ന സോപ്പ്, ഇതിന്റെ എല്ലാം ടാക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വർദ്ധിക്കാൻ പോവുകയാണ്. ഇത് തിരിച്ച് സർക്കാരിന് ഈ കാശുണ്ടാക്കിയല്ലേ പറ്റൂ. അപ്പോ ഡ്രൗട്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം പോലെ മഴ കൊണ്ടാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതെങ്കിൽ ആ മാനേജ്മെന്റ് അത് പരിപാലിക്കുന്ന തോമസ് ഐസക്, അതിൽ ഇത്രേ ഉള്ളൂ. ബോസിലേക്കാണ് ഞാൻ വരാനിരുന്നത്. പക്ഷേ മിനിസ്റ്റർ, ഇതിനെ കണ്ടറിഞ്ഞ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അവിടെ കൃത്യമായ നടപടികൾ ഉണ്ടായേ പറ്റൂ. ആ മാനേജ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതെന്നാണ് ശ്രീ സുരേഷ് ഗോപി വിശ്വസിക്കുന്നത്. കേന്ദ്ര സഹായത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുകയല്ല, ഒരു നല്ല മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കേരളത്തിന് പോകേണ്ട ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അത് പ്രകൃതിയെ സംരക്ഷിച്ചാവാം, ജലത്തെ ശാസ്ത്രീയമായി സംരക്ഷിച്ചാവാം, പൊതുബോധം വളർത്തിയാവാം, ഏത് നിലയ്ക്കായാലും. യെസ്, നമ്മളൊരു 4 നൂറ്റാണ്ട് ബോസ് അവിടെ ഉണ്ട്. വ്യൂഹ പരിപാലന മാപ്പ് മുതൽ ഒരു 4 നൂറ്റാണ്ടായിട്ട് ഇത്തരത്തിൽ നിർത്തലാസൂത്രണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും ബോസുമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര ഫലമുണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ഒരു വഴിത്തിരിവെന്ന് പറയാൻ കാരണം ഇത് കേൾക്കാൻ തയ്യാറാ. നമ്മളിന്ന് സംസാരിക്കുമ്പോൾ പൊതുയോഗത്തിൽ ഇരുന്ന് നിർത്തലാസൂത്രത്തിൽ പറഞ്ഞാലും അത് വിരസമായിട്ടോ
എന്തിനിതൊക്കെ എഴുന്നള്ളിക്കുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹരിത കേരളത്തിന്റെ ഒരു ചട്ടക്കൂട് ഫ്രെയിംവർക്ക് നമ്മുടെ പഞ്ചായത്തുകളെയും സർക്കാരിന്റെ വിവിധ ഏജൻസികളെയും ജലസംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് കൊണ്ടുവരാൻ ഉള്ള ഒരു ചട്ടക്കൂട് ഇന്ന് കേരളത്തിൽ രൂപം നൽകിയിട്ടുള്ളത്. അങ്ങനെ ചട്ടക്കൂടുള്ളപ്പോഴും അത് നീർത്തട ആസൂത്രണത്തിലേക്ക് പോകുന്നില്ല. അത് കേരളത്തിൽ ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കുളങ്ങൾ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന വർഷമായിരിക്കും. ഞാനതിൻ്റെ 10 ജില്ലകളിൽ ഇതുമായിട്ട് മാത്രമായിട്ട് യോഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആവില്ല. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാം. തോട് വൃത്തിയാക്കിയാൽ മാത്രം പോരാ. ആ തോടിൽ അടുത്ത വേനൽക്കാലത്ത് മുറവുകൾ വരുമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അതിന്റെ വൃഷ്ടിപ്രദേശത്താകെ നമ്മൾ സമഗ്രമായിട്ടുള്ള ഇടപെടൽ വേണം. പക്ഷെ തോട് വൃത്തിയാക്കുന്നവരോട് ഞാൻ വർത്തമാനം പറയുമ്പോൾ അതിന്റെ ബോധ്യം അവരിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നല്ല തുടക്കമാണ് ഈ വർഷം. എനിക്ക് എന്റെ തോന്നൽ ഇതാണ്. ഇപ്പം മുള്ളംകൊല്ലി, പുൽപ്പള്ളി, ആ പ്രദേശത്തുള്ള കേരളത്തിലെ വരൾച്ച ഒരു മരുഭൂമിവൽക്കരണം നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ അവിടെ ചെന്നാൽ മതി. അവിടെ എത്രയായിരുന്നു, അവിടെയല്ലേ കുരുമുളകിന്റെ കേന്ദ്രം, കാപ്പിയുടേത്. ഇന്ന് അത് മാറിയിട്ട് ഒരു കൃഷിയും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. സാധാരണ ജനങ്ങൾ പറയണം ഇതിന് എന്തൊരു പരിഹാരം ഉണ്ടാവണം. പരിഹാരം ഇതാണ് എന്ന് പറയുമ്പോൾ അവര് തന്നെ അതിൽ പങ്കാളികളാവാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ പറ്റണം. കാരണം അത് ഉപയോഗപ്പെടുത്തി നമ്മൾ ഏതാനും കേന്ദ്രങ്ങളിൽ ഒരു മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് ഈ വരൾച്ചയെ ഒരു വഴിത്തിരിവാക്കി മാറ്റാൻ പറ്റും. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഏതായാലും നേരത്തെ മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ബോസ് അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുക, അത്തരം ആശയങ്ങൾ പങ്കുവെക്കുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് താങ്കളുടെ സ്വതന്ത്രവും ഔദ്യോഗികവുമായ പരിശ്രമ കാലത്തെ തന്നെയാണ് മന്ത്രി തന്നെ സൂചിപ്പിച്ചത്. ഏതാണ്ട് ഒരു 25-30 വർഷമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ കേരളം എത്തി നിൽക്കുന്നു. അതെല്ലാവരും സമ്മതിക്കുന്നു. പക്ഷെ ബദൽ എങ്ങനെ വേണം? ആ ബദലിനെ കുറിച്ച് മന്ത്രി പറഞ്ഞത് താങ്കളുടെ മുമ്പിലുണ്ട്. ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് അത് വ്യക്തിയിലും കുടുംബത്തിലും തുടങ്ങേണ്ടുന്ന മാറ്റത്തിന്റെ ഒരു ബദലാണ്. യഥാർത്ഥത്തിൽ താങ്കൾ വിശ്വസിക്കുന്ന ഒരു ബദൽ എങ്ങനെയുണ്ടാവണം കേരളത്തിന് ഇക്കാര്യത്തിൽ? അതിന് മുന്നൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, 25 വർഷങ്ങളായി അല്ലെങ്കിൽ 30 വർഷങ്ങളായി ISEC ഒക്കെ ISEC MLA ഒക്കെ ആവുന്നതിന് മുമ്പ്, മന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയ ചെറിയ ആളാണ് ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹത്തായ കാര്യങ്ങളോട് കൂടെ നിൽക്കാൻ പറ്റിയ ചെറിയ ആളാണ് ഞാൻ. പക്ഷെ അന്നുണ്ടായിരുന്ന ആശങ്കയല്ല ഇന്നെനിക്കുള്ളത്. കാരണം ഇപ്പം നമുക്ക് കിട്ടാത്ത മഴ വീണ്ടും കിട്ടും. അറബിക്കടലും പശ്ചിമഘട്ടമൊക്കെ കുറച്ചുകൂടെ ഉള്ളതുകൊണ്ട് മഴ കിട്ടും. പക്ഷേ ശക്തമായി കിട്ടും. മഴയുടെ കാലയളവ് കുറയും, മഴയുടെ ശക്തി കൂടും. അപ്പോൾ ചരിഞ്ഞ ഭൂമിയിൽ സുരേഷ് ഗോപി സാർ പറഞ്ഞതുപോലെ ഒട്ടും എല്ലാം ഫ്ലാറ്റായി കിടക്കുന്ന, ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിക്കാത്ത ഭൂവിനിയോഗക്രമമുള്ള കേരളത്തിൽ നന്നായി ശക്തമായി മഴ പെയ്താൽ മഴക്കാലം ദുരിതകാലവും, കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് മഴ പെയ്തപ്പോൾ കോഴിക്കോട് എന്തായിരുന്നു ദുരിതകാലം? കടലാക്രമണവും ഉരുൾപൊട്ടലും. അങ്ങനെ മഴക്കാലവും ദുരിതകാലമാകുന്നു, വേനൽക്കാലവും ദുരിതകാലമാകുന്നതാണ് ഇനി മുന്നോട്ടിരിക്കുന്ന കാലം. അപ്പോൾ തീർച്ചയായും വളരെ സമഗ്രമായി, വളരെ വളരെ ഗൗരവമായി മഴയെ പഠിക്കുക എന്നുള്ളത് ഗൗരവമായ കാര്യമാണ്. ഓരോ കേരളം പാകപ്പെട്ടിട്ടുണ്ടോ? അതിന് നമ്മുടെ സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ടോ? വേഗം വരാൻ വളരെ വേഗത്തിൽ ഞാൻ വരാം. സർക്കാരുകൾക്ക് അതിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പഞ്ചായത്തുകളും 3 കൂട്ടരും ഒന്നുപോലെ ശ്രമിക്കണം. കാരണം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കാലാവസ്ഥ നിരീക്ഷിക്കപ്പെടണം. അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം. പഞ്ചായത്തിന്റെ കൃഷിഭവനുകൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിയുമോ? അവിടെ പെയ്യുന്ന മഴ എത്ര? കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴ പറയുന്നത് എവിടെയാണ് 3000? 2000 മുതൽ 5000 മില്ലിമീറ്റർ വരെയാണ്. 950 മുതൽ 5500 വരെയാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഒരു ജില്ലയിലും മഴയുടെ വ്യത്യാസം വരുന്നുണ്ട്, കാലത്തിൽ വ്യത്യാസം വരുന്നു, പിന്നെ സൂക്ഷ്മ കാലാവസ്ഥയിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ അങ്ങനെ മഴയുടെ കാര്യത്തിലുള്ള കാര്യം, പിന്നെ വ്യക്തികളിൽ തുടങ്ങി സമൂഹത്തിൽ തുടങ്ങി വിവിധ 32 വകുപ്പുകളുണ്ട് കേരളത്തിൽ വെള്ളം കൈകാര്യം ചെയ്യുന്നവർ. ഇവർ ഒന്നിച്ചിരിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? ഇവർ ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് പദ്ധതികൾ പ്ലാൻ ചെയ്യുകയും, ഈ പറഞ്ഞതുപോലെ വലിയ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ISEC സാർ പറഞ്ഞ പോലെ, ഒന്ന്, വരൾച്ച മുന്നിൽ ഒരു വലിയ ഭീതി തന്നിട്ടുണ്ട്. മലയാളി വെള്ളത്തെക്കുറിച്ച് നന്നായി അനുഭവിച്ചു. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ, CPM മഴക്കുഴികൾ പരമായ രംഗത്ത് വന്നിട്ടുണ്ട്, BJP വന്നിട്ടുണ്ട്, കോൺഗ്രസ് വരുന്നു, ജൈവ കേരളം വരുന്നു.
ഗവൺമെന്റ് സീരിയസ് ആയി ഹരിത കേരളം കൊണ്ടുവരുന്നു. അങ്ങനെ 2-3 ഹരിത കേരളത്തിനകത്ത് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ? വളരെ ഗൗരവമായി ഉൾപ്പെടേണ്ട പല കാര്യങ്ങളും ഇനിയും ഉൾപ്പെടേണ്ടതുണ്ട്. കാരണം 12 ലക്ഷം വീടുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഈ വീടുകൾ ടെറസ് വീടുകളാണ്. അത് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ചൂടിന്റെ പ്രശ്നം വേറെയുണ്ട്, ഹീറ്റ് സിൻഡ്രോം ഒക്കെ ഉണ്ട്. അപ്പോൾ 12 ലക്ഷം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇനി 3 ലക്ഷം പേർക്ക് വീടില്ല സമ്മതിച്ചു. പക്ഷെ ബാക്കി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കിടക്കുമ്പോൾ ഇനിയും കെട്ടിട നിർമ്മാണം കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുമോ? മണൽ, തടി, സിമന്റ് ഇതെല്ലാമാണ് നഷ്ടപ്പെടുത്തുന്നത്. പാറ ഖനനത്തെക്കുറിച്ച് മാഫിയ എന്നൊക്കെ ഇപ്പൊ ഹരീഷ് വാസുദേവ് ഒക്കെ വേറെ വേദികളിൽ വരുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, നഖശികാന്തം പറയാറുണ്ട് പാറമടയ്ക്കെതിരെ. അപ്പോൾ ചോദിക്കുന്നത് വർദ്ധിച്ച കെട്ടിടാവശ്യങ്ങൾ ഇവിടെ വരുന്നു. എൻ്റെ ഒരു വലിയ ചോദ്യം കേരള സമൂഹത്തോടുള്ള ഒരു ചോദ്യമുണ്ട്. ഗൾഫ് ഐസക് സാറിനോടും കൂടിയാണ് ചേർന്ന് വളരെ വിനയത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. കേരളത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണം, മലയാളി ഉണ്ടാക്കുന്ന പണം, റബ്ബർ വിറ്റ് കിട്ടുന്ന പണം, ഇത് ഇവിടെ കെട്ടിടങ്ങളുടെ പേരിൽ, ഫ്ളാറ്റുകളുടെ പേരിൽ കുഴിച്ചിടാനും ഇവിടെ കാർ വാങ്ങാനും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഗ്രാമത്തിൽ വാങ്ങിയിടാനും ചെലവഴിക്കുന്നതിനെ വഴിതിരിച്ച് വിട്ട് പ്രകൃതിക്ക് അനുയോജ്യമായ, പരിസ്ഥിതിക്ക് അനുയോജ്യമായ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഇൻവെസ്റ്റ്മെന്റിലേക്ക് വഴിതിരിച്ച് വിടുമോ മലയാളിയുടെ ഈ പണം? അങ്ങനെ വഴിതിരിച്ച് വിടാതിരുന്നാൽ ഗൾഫിലിരിക്കുന്ന ആളുകൾ, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാമിലി ഒരുപാട് പേര് ഗൾഫിലുണ്ട്, അവരുണ്ടാക്കുന്ന പണമെല്ലാം വീടുകളിലായിട്ടാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസ്, ഇപ്പോൾ ഡോക്ടർ ബോസ് പറഞ്ഞത് ആശയതലത്തിൽ നിൽക്കുമ്പോഴും അതിന്റെ പ്രായോഗികവൽക്കരണം എങ്ങനെയെന്നൊരു പ്രശ്നമുണ്ട്. മറ്റൊരു വികസന കാഴ്ചപ്പാടിലൂടെയാണ് ഉദാരവൽക്കരണത്തിന്റെ ഈ കാലത്ത് ലോകം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു വൈരുദ്ധ്യത്തിന് നടുവിൽ ഈ കാലഘട്ടം ഇതൊക്കെ ആലോചിക്കാൻ പാകമാണ് എന്ന് മന്ത്രി പറയുന്നു, സുരേഷ് ഗോപി പറയുന്നു, ഡോക്ടർ ബോസ് പറയുന്നു. ശരിയാണ്. പക്ഷേ താങ്കളെ സംബന്ധിച്ച് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പ്രതീക്ഷ എത്രമാത്രമുണ്ട്, ആശങ്ക എത്രമാത്രമുണ്ട്? ഒന്ന്, 30 വർഷക്കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഇതിനകത്ത് എവിടെ നിൽക്കുന്നു? നമുക്ക് ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ ഈ ചർച്ച. ചിലപ്പോൾ നമുക്ക് വളരെ ക്രൂഷ്യൽ പോയിന്റിലേക്ക് വന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം കേരളം നേരിടുന്നത്? കേരളം നേരിടുന്ന പ്രശ്നം ഒരു ലാൻഡ് യൂസ് പ്ലാൻ നമുക്കില്ല എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് ഫോറസ്റ്റ് ആണ്, അതിൽ കുറച്ച് CRZ ആണ്, കുറച്ച് പാടം ആണ്, ബാക്കി നിൽക്കുന്ന സ്ഥലം വേണം നമുക്ക് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്ന അതിന് ഉപയോഗിക്കാൻ. അതിന് ഉള്ള പ്ലാനിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു ലാൻഡ് യൂസ് പ്ലാന്റെ അഭാവം കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഒരു സർക്കാരും അഡ്രസ് ചെയ്യുന്നില്ല. അത് അഡ്രസ് ചെയ്താൽ മതി. ഇടതുപക്ഷ സർക്കാരാണ് കഴിഞ്ഞ തവണ ഒരു ലാൻഡ് യൂസ് പ്ലാൻ കൊണ്ടുവന്നത്. ലാൻഡ് യൂസ് പ്ലാൻ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനുള്ള പരിഹാരം ഉണ്ടാവുള്ളൂ. 2, നമ്മളിപ്പോ ഈ മേക്ക് ഹേ വൈൽ സൺഷൈൻ എന്ന് പറയുന്ന പോലെ നമുക്കിപ്പോ ഒരു വെയിലുണ്ട്, നമുക്കിപ്പോഴാണ് വൈക്കോൽ ഉണക്കാൻ ഇടാൻ പറ്റുക. അതുകൊണ്ട് സമൂഹം പരിവർത്തനപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചില നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത്. കേരളത്തിൽ ഇനി ഒരു കെട്ടിടം ആവശ്യമുണ്ടോ ഇന്ന് ഇല്ലയോ എന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിക്കണം. അങ്ങനെ വേണ്ട കെട്ടിടങ്ങൾക്ക് ഒരു മഴ പിടിച്ചു വെക്കാനുള്ള സംവിധാനം ഇല്ലാതെ ഇനി പണിയണോ, സോളാർ ഇല്ലാതെ ഇനി പണിയണോ എന്നുള്ള കാര്യം കേരളം ആലോചിക്കണം. അത്ര അടിയന്തരമായി നമ്മൾ നമ്മുടെ ബിൽഡിംഗ് കോഡിനകത്ത് മാറ്റം കൊണ്ടുവരണം. 2, കോർഡിനേഷൻ ഇല്ലായ്മ വലിയ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു വയനാട്ടിലെ 2 വില്ലേജുകളെ പറ്റി. ആ 2 വില്ലേജുകളിൽ ഇത്രയധികം വരൾച്ച ഉള്ളപ്പോഴും അവിടെ വീണ്ടും ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ക്വാറികൾക്കും ക്രഷറുകൾക്കും അനുമതി കൊടുക്കുകയാണ്. എന്നിട്ട് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റുകൾ അവിടെയുണ്ട്. അവിടെ മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളമില്ല. അതേസമയം തന്നെ വാഗമൺ പോലെയുള്ള പ്രദേശത്ത്, വല്യന്ത വാട്ടർഷെഡ് പോലെയുള്ള കാഞ്ഞിരപ്പള്ളി താലൂക്കിലുള്ള ചില പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു വശത്ത് സർക്കാർ വാട്ടർഷെഡ് മാനേജ്മെന്റ് നടത്തുമ്പോൾ അതേ വല്യന്തയിൽ ഗവൺമെന്റ് തന്നെ ക്വാറികൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു കൊടുക്കുകയാണ് ചില കുന്നുകൾ. ആ കുന്നുകൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതാകുകയാണ്. അപ്പൊ ഒരേ ഗവൺമെന്റ് 2 ഡിപ്പാർട്ട്മെന്റുകൾ ഒരു വശത്തൂടെ പണം ചെലവഴിച്ച് ഇത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, മറുവശത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഗവൺമെന്റ് തലത്തിന് അതൊരു കോർഡിനേഷൻ വേണം. നമുക്കൊരു മണി ഓറിയന്റഡ് പ്ലാനിൽ നിന്ന് ഈ പ്ലാനിംഗ് ബോർഡെങ്കിലും ഒരു റിസോഴ്സ് ഓറിയന്റഡ് പ്ലാനിലേക്ക് പോകണം. നല്ല ഒരു ടീമാണ് നമുക്ക് ഇത്തവണ പ്ലാനിംഗ് ബോർഡിൽ കിട്ടിയിരിക്കുന്നത്. ആ പ്ലാനിംഗ് ബോർഡിനെ കൊണ്ട് നമുക്ക് അടുത്ത വർഷം, ഇത് നല്ലൊരു പ്ലാൻ വന്നു കഴിഞ്ഞു ഇപ്പോ അടുത്ത 5 വർഷത്തേക്കുള്ളത്. ആദ്യമായിട്ടാണ് കേരളമാണ് ഈ കേന്ദ്രത്തിന്റെ. പറഞ്ഞ പോലെ സമയക്കുറവ് കൊണ്ട് ഒന്ന് ചുരുക്കി ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളുമായി ഡോക്ടർ ഐസക്കിലേക്ക് പോകുമ്പോൾ തന്നെ ശ്രീ സുരേഷ് ഗോപി, കേരളം എന്ന ഈ ഭൂപ്രദേശം കേരളമായി നിലനിൽക്കാൻ, മലയാളിയുടെ മാതൃഭൂമിയായി നിലനിൽക്കാൻ ഈ പറഞ്ഞതുപോലെ വൈരുദ്ധ്യങ്ങൾ ഒരുപാടാണ്, ബദലുകളുണ്ട്. പക്ഷെ ബദലുകൾക്ക് മുന്നേറാനാവാത്ത വൈരുദ്ധ്യങ്ങൾ ഏതൊരു ഭരണകൂടത്തിന് മുമ്പിലെയും വലിയ വെല്ലുവിളി തന്നെയാണ്. അത് പല വിവാദങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒന്നുപോലും ആവർത്തിക്കേണ്ടതില്ല. ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെയാണ് സർക്കാരിന് അതിജീവിക്കാനാവുക?
അതിലെത്രമാത്രം പ്രതീക്ഷ താങ്കൾക്കുണ്ട് രാഷ്ട്രീയമായ വിയോജിപ്പുള്ളപ്പോൾ തന്നെ? രാഷ്ട്രീയമായ വിയോജിപ്പ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമല്ല. അത് ഇലക്ഷന് മത്സരിക്കുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയത്തിൽ വിയോജിപ്പ്. പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഈ മണ്ണിന് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയാണ്, നമ്മുടെ വീടിന് വേണ്ടിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഹരീഷ് വാസുദേവൻ പറഞ്ഞ ചില വൈരുദ്ധ്യങ്ങൾ, അതിനകത്ത് ക്വാറിയുടെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു. ബോസ് സാറ് പറഞ്ഞു പുതിയ വീടൊരെണ്ണം ഇനി വേണോ, അത് ആർക്കാണ് വേണ്ടത്, അയാൾക്ക് എന്താണ് അതുകൊണ്ട് ആവശ്യം, ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ നിഷ്കർഷിക്കുന്ന ചെറിയ ചില നിയമങ്ങൾ. ചെറിയ നിയമം എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞാണ്, അതൊരു ചെറിയ നിയമമാണ്. നമ്മുടെ ആവശ്യകത നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്ന ഒരു വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അതൊരു ചെറിയ നിയമം മാത്രമാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വാറികൾ, ക്രഷർ യൂണിറ്റ്സ്, ഇതിൻ്റെ എല്ലാം എണ്ണം കുറയ്ക്കാൻ പറ്റും. പ്രധാനമായിട്ടും ഒരു സർക്കാരിന് ചെയ്യാവുന്നത്, ഇത് ഞാൻ സുധാകരൻ മന്ത്രിയായിട്ട് സംസാരിച്ചതാണ്. അന്ന് അദ്ദേഹം അതിനൊരു R&D ഇടാം എന്നാണ് പറഞ്ഞത്. ഈ റോഡ് ടാർ ചെയ്യുമ്പോൾ ഓരോ വർഷവും നമ്മൾ വർഷകാലം കഴിയുമ്പോൾ റോഡ് പുതുതായിട്ട് അതിൻ്റെ പുറത്ത് 2-3 സെന്റിമീറ്ററിനായിരിക്കും ചിലപ്പോൾ കോൺട്രാക്ട്, പക്ഷേ കഷ്ടിച്ച് ഒരു 1/2 സെന്റിമീറ്റർ കനത്തിൽ ഇട്ട് പോകുന്നത് അടുത്ത മഴയ്ക്ക് പൊളിയാനാണ്. ഓക്കെ, പൊളിഞ്ഞത് അടുത്ത വർഷം വീണ്ടും ടാർ ചെയ്ത് റോഡിന്റെ ഉയരം ഓരോ വർഷവും 2 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ വെച്ച് ഉയർന്ന് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരെ എല്ലാം കുഴിയിലേക്ക് ആഴ്ത്തും ഒരു 10-20 വർഷം കൊണ്ട്. അതും പോട്ടെ, ഇതിനകത്ത് ശാസ്ത്രീയമായി നമുക്ക് യോജിക്കാൻ സാധിക്കാത്തത് ഒരു പാറ, ഒരു കുന്ന് താഴ്ത്തിക്കൊണ്ട് റോഡ് ടാർ ചെയ്യുന്നതിന് മെറ്റലെടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും അടുത്ത കുന്ന് നിരത്തി എങ്ങനെ പാറ വീണ്ടും കൊണ്ടുവരും. ഒരിക്കൽ ലേ ചെയ്ത റോഡ് ആ പാറ തന്നെ ടില്ല് ചെയ്തെടുത്ത് അതിനകത്തേക്ക് ബിറ്റുമിൻ അല്ലെങ്കിൽ മറ്റെന്ത് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് അത് റീലേ ചെയ്യുന്ന ഒരു മെക്കാനിസം കൊണ്ടുവന്നാൽ റോഡിന് വേണ്ടിയെങ്കിലും, റോഡ് നമുക്ക് വേണ്ട എന്ന് പറയാനൊക്കത്തില്ല, റോഡ് നന്നായി കിടക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ റോഡിന് വേണ്ടിയെങ്കിലും കുന്നുകൾ നിരപ്പ് ഭൂമിയാക്കുന്ന ഒരു പ്രക്രിയക്ക് ഞാൻ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്. ഇത് തന്നെ വീടുകളുടെ കാര്യത്തിൽ, പുതിയ കൺസ്ട്രക്ഷൻസിന്റെ കാര്യത്തിൽ അത്യാവശ്യത്തിന് എന്ന് ചിന്തിക്കേണ്ട സമയമായി. ഞാൻ വരാം. ശ്രീ തോമസ് ഐസക്, ഒരു വരി പോലും ആവർത്തിക്കുന്നില്ല. ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ ജലത്തെ പരിഗണിക്കാത്ത ഒരു വികസന കാഴ്ചപ്പാടിന്റെ കാലത്ത് ഈ പറഞ്ഞ ഓരോ വൈരുദ്ധ്യങ്ങളും ഉണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ അതിജീവിച്ചും അഭിമുഖീകരിച്ചും എങ്ങനെയാണ് സർക്കാരിന് ശാസ്ത്രീയമായ ജലസംരക്ഷണത്തിന്റെ ഒരു നല്ല പുതിയ കേരളം കെട്ടിപ്പടുക്കാനാകുക? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുന്നത് പൂർണ്ണമായും ഒരു ഇടതുപക്ഷ സർക്കാരിനാണ് ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനാവുക. ആ നിലയിൽ ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ പാകമായി തന്നെയാണോ സർക്കാർ പോകുന്നത്? കഴിയുന്നുണ്ടോ? സർക്കാരിനും ജനങ്ങളുടെയും ചിന്താഗതിയിൽ കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടിടയിൽ എത്ര വലിയ വ്യത്യാസം ഉണ്ടായത്. ഞാനെപ്പോഴും പറയാം, സൈലന്റ് വാലി കോൺട്രവേഴ്സി കാലത്ത് മരമില്ലാത്ത കടലിലെങ്ങനെ മഴ പെയ്യണമെന്ന് ചോദിക്കുമ്പോൾ സഭ മുഴുവൻ ചിരിക്കുകയായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പ് ഈ ചോദ്യം വീണ്ടും ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് കൂടെ ചിരിക്കാൻ ആരും തന്നെ കിട്ടിയിരുന്നില്ല. ചിലർ പ്രസംഗിച്ച ആളെ പോയി ശാസിക്കുന്നത് ഞാൻ കണ്ടു. ഇത് വലിയ മാറ്റമാണ്. പക്ഷെങ്കിലും ഹരീഷ് പറഞ്ഞ പോലെ നമുക്കൊരു ലാൻഡ് യൂസ് പ്ലാൻ, അത് ശരിയാണ്. ഭരണകൂട മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഭരണകൂടത്തിന്റെ മാറ്റം സംഭവിക്കുന്നുണ്ടോ? അതിലാണ് എല്ലാവരുടെയും ഉറ്റുനോട്ടം, അതിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അതാണ്. ഇല്ല അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് ഇങ്ങനെയുള്ള നയചട്ടക്കൂട് രൂപീകരിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഇനി നടക്കും. കാരണം വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ തിണങ്ങി മുന്നോട്ട് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒത്തിണങ്ങി വരുന്ന സ്ഥലത്ത്, ഇനിയിപ്പോ മുല്ലംകൊല്ലി പൂതാടിയ പ്രദേശം തന്നെ ആവട്ടെ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വാട്ടർഷെഡ് മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അത് പ്രകാരം ഇന്ന കുന്നുകൾ ഇടിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺസെൻസ് കൊണ്ടുവരാൻ പറ്റും. അവിടെ ഇടപെടുക എന്നുള്ളതാണ്. അവിടെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാം. പൊതു ചർച്ച അതിന്റെ വഴിക്ക് നടക്കുകയും ചെയ്യും. ആ ചർച്ചയിൽ ഇപ്പോ ഒറ്റയടിക്ക് അത് വന്നിട്ട് നമുക്ക് ഇടപെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഭരണാധികാരിയായിട്ടുള്ള ഞാനായാലും ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള വേറെ ആളാണെങ്കിലും നമുക്ക് ഇന്ന് പ്രായോഗികമായി ഇടപെടാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഇടപെടുകയും ചർച്ച തർക്കവും മുന്നോട്ട് കൊണ്ടുപോയി തീർച്ചയായും ആ ഇടപെടൽ നടത്തുമ്പോൾ പഴയ മട്ടിൽ സർക്കാരിന്റെ
ഏകപക്ഷീയ തീരുമാനങ്ങൾ അനുസരിക്കാത്ത ഒരു സമൂഹം വളരെ പ്രബലമായി വരുന്നുണ്ട് എന്നതും ശക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ഭരണകൂടം അതുകൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി കുറച്ചുകൂടി മുന്നോട്ട് പോകാനാകൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഡോക്ടർ ലത ചേരുന്നുണ്ട്. ദയവായി ക്ഷമിക്കുക, അല്പസമയമായി താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 12 മണിക്കൂറായി നടത്തുന്ന ഈ പരിപാടി സസൂക്ഷ്മം വീക്ഷിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ചില തത്സമയം താങ്കളെ പങ്കെടുപ്പിക്കുന്നതിന് തൃശ്ശൂരിൽ ആ സമയത്ത് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആലോചിച്ചിരുന്നു. ഒരു അനിവാര്യമായ ഒരു തുടക്കമായി കാണുന്നുണ്ടോ ഡോക്ടർ ലത? ഞാൻ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ന്യൂസ് അവറിൽ പങ്കെടുക്കാൻ പറഞ്ഞതുകൊണ്ട് 9 മണി മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാല് ഈ രാവിലെ മുതൽ ഒരുപാട് ആൾക്കാർക്ക് വാട്സാപ്പിലും ഫേസ്ബുക്ക് വഴിയും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് പക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു TV ചാനൽ നടത്തുന്നു, അതിന് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്ന ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഒരു ന്യൂസ് 18 ചെയ്യുന്ന ഈ ഉദ്യമത്തിന് ഏറ്റവും എന്താ പറയാ അകമഴിഞ്ഞ നന്ദിയുണ്ട്, അഭിനന്ദനങ്ങളുണ്ട്. ഇനിയിപ്പോ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ രാവിലെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് വിട്ടുപോയ ചില കാര്യങ്ങൾ മാത്രം ഞാൻ കൂട്ടിച്ചേർക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒന്ന്, PwCയുടെ തന്നെ പഠനങ്ങൾ കാണിക്കുന്നത് കേരളത്തിലെ 40 പുഴകൾ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മഴക്കാലത്ത് മൂവാറ്റുപുഴ, മീനച്ചിൽ, മണിമല, പമ്പ, അച്ചൻകോവിൽ, കല്ലട ഈ പുഴകളിലെല്ലാം തന്നെ മഴക്കാലത്ത് പോലും നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മഴയല്ലാത്ത കാലത്താണെങ്കിലും ഈ 14 പുഴകളിലും റിവർ ഫ്ലോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ലത, അത് തന്നെയാണ് ഒരു പുഴയുടെ മരണം എന്ന് പറയുന്നത്. ആ സാമാന്യ ഒഴുക്ക് പോലും ഇല്ലാതായാൽ പുഴ മരിച്ചു എന്നാണ് അർത്ഥം. ഞങ്ങളോട് ജലമന്ത്രി പറഞ്ഞത് അത്തരം സ്രോതസ്സുകളിൽ ജലസാന്നിധ്യം ഉറപ്പാക്കാൻ തടയണ നിർമ്മാണം എന്നാണ് അല്പം മുമ്പ് മന്ത്രി പറഞ്ഞത്. ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ അതിന് 600 കോടി ഉൾപ്പെടുത്തിയ വിവരവും പറഞ്ഞു. പ്ലാനിംഗ് ബോർഡിന് അതിനുള്ള രൂപരേഖയുമുണ്ട്. അതൊരു പരിഹാരവും സാധ്യതയും പ്രത്യാശയുമാണോ? അതാണ് ഞാൻ പറയാൻ വന്നത്. അത് മാത്രമല്ല പരിഹാരവും പ്രത്യാശയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുഴയിൽ കൂടെ കൂടുതൽ നീരൊഴുക്ക് ഉണ്ടാവണമെങ്കിൽ അതിന് ചെക്ക് ഡാം ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമാണ്. അത് ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷനാണ്. ലോങ് ടേമിൽ നമുക്ക് കാട് മുതൽ കടൽ വരെയുള്ള പുഴയുടെ യാത്രയിൽ എവിടെയൊക്കെ പുഴയിലേക്ക് വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ ആ പ്രദേശങ്ങളെ മുഴുവൻ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനൊന്ന് ഇടപെടുന്ന വരുന്നുകൊണ്ടല്ല, സമയം അവസാനിക്കുന്നുണ്ട്. ഒറ്റ വാചകത്തിൽ, അതായത് അതിരപ്പള്ളിയുടെ അനിവാര്യത ലത എന്ന പുഴ എന്നാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എഴുതിയത്. അതിരപ്പള്ളിയുടെ അനിവാര്യത ഏതായാലും ഭരണകൂടമടക്കം തിരിച്ചറിയുന്ന ഒരു കാലത്താണോ? വലിയ മാറ്റം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതെ, അത് ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അതിരപ്പള്ളി എന്ന ഒരു ഡാമിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു ഡാം വരണ്ട എന്നുള്ളതല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. സർക്കാർ വളരെയധികം മുന്നോട്ട് ചിന്തിക്കുന്നു. കാരണം ഒരു പുഴയുടെ സംരക്ഷണമാണ് ഇവിടെ പ്രധാനം. പുഴയുടെ സംരക്ഷണാർത്ഥം അതിലും കൂടുതൽ കോസ്റ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനെ അത്രയും തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് ഒരു അണക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്നില്ല. തോമസ് ഐസക് സാർ പറഞ്ഞിട്ടുള്ള പോലെ LED ബൾബുകൾ തന്നെ അല്ലെങ്കിൽ സോളാർ പവർ അത്തരത്തിലുള്ള നോൺ റിന്യൂവബിൾ എനർജിയിലേക്ക് പോയാൽ തന്നെ അതിനും ജലവുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് ഒരു കുറച്ചു കാലത്തേക്ക് ഒരു പരിഹാരമാണ്. പിന്നെ ലാസ്റ്റ് എനിക്കൊരു നിങ്ങൾക്ക് കഴിയാറായെന്ന് എനിക്കറിയാം, പക്ഷെ ലാസ്റ്റ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മള് ഇവിടെ നേരത്തെ ഹരീഷ് പറഞ്ഞതിനെ കൂട്ടിച്ചേർക്കാനാണ്. ലാൻഡ് യൂസിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമുക്ക് വേണ്ടത് ലോക്കൽ ലാൻഡ് യൂസ് പോളിസിയാണ്. എന്നുവെച്ചാൽ ഒരു 30 പഞ്ചായത്തുകളാണ് ഉദാഹരണത്തിന് ഒരു പുഴയുടെ അകത്തുള്ളതെങ്കിൽ ഈ ഓരോ പഞ്ചായത്തും വാട്ടർ കൺസർവേഷന് വേണ്ടി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലെവൽ വാട്ടർ മാനേജ്മെന്റ് പ്ലാനുകൾ ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം തീർച്ചയായും ഞാൻ വേറൊന്നും കൊണ്ടല്ല, സമയം അവസാനിക്കുന്നുണ്ട്. അത്തരത്തിൽ തദ്ദേശീയമായ ഒരു ജലസംരക്ഷണം ത്തിലേക്കൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി പാകപ്പെടുത്തിയെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ വെല്ലുവിളി ഈ കാലഘട്ടത്തിൽ, ഈ മാറ്റത്തിന്റെ കാലത്ത്, തിരിച്ചറിവിന്റെ കാലത്ത് സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഉണ്ടാവേണ്ടതാണ്. വളരെ ചെറിയൊരു പ്രതികരണം 4 പേരിലേക്കും. ഇതൊക്കെയാണെങ്കിലും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കുന്ന സമൂഹമായി കേരളത്തെ നമ്മൾക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമോ? ശ്രീ ബോസ്, ആദ്യം വളരെ ചുരുക്കത്തിൽ, സമയം മാത്രമാണ് നമ്മുടെ വെല്ലുവിളി, വേറൊന്നുമല്ല. 25 വർഷങ്ങൾക്ക് മുമ്പോ 15 വർഷങ്ങൾക്ക് മുമ്പോ മഴക്കുഴിയെന്നോ പിന്നെ കിണർ റീചാർജ് എന്നോ അല്ലെങ്കിൽ പിന്നെ പെറോസിമെന്റ് ടാങ്ക് എന്നോ മഴവെള്ള സംഭരണി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പുച്ഛത്തോടുകൂടി മഴവെള്ളം കുടിക്കാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചിരുന്ന മലയാളി
ഞാൻ വിട്ടുപോയതാണ്. ഈ കിണർ നിറ റീചാർജിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകർ എന്നോട് തന്നെ ചോദിക്കുമല്ലോ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. അത് വളരെ പോസിറ്റീവായി ഈ ഉറവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ സാധ്യതയാണോ? ഈ വരൾച്ചയുടെ കാലത്ത് അതെങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ച പ്രേക്ഷകരുണ്ട്, അവർക്ക് വേണ്ടി. 100,000 കിണറുകൾ റീചാർജ് ചെയ്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന് സൗജന്യമായി സാങ്കേതിക വിദ്യ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ യൂട്യൂബിൽ വളരെ കൃത്യമായ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് വളരെ വളരെ പോപ്പുലറാണ്. വീഡിയോ വളരെ പോപ്പുലറാണ്. അതിനകത്ത് എന്റെ ഫോൺ നമ്പറും ഫേസ്ബുക്ക് ഐഡി ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴെനിക്ക് മെസ്സേജ് ഇപ്പോൾ വരികയും ചെയ്തു. ഏതായാലും അത്തരം ശ്രമങ്ങൾ ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് സൂചിപ്പിച്ചോട്ടെ. പുറപ്പുറത്ത് വീഴുന്ന 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 ലക്ഷം ലിറ്റർ മഴ ശരാശരി. 3 ലക്ഷം ലിറ്റർ മഴ 5 പേരുള്ള ഒരു കുടുംബത്തിന് ഒരു കാരണവശാലും ആവശ്യമില്ല. 100 ദിവസം മഴയില്ലാതെ 100 ദിവസക്കാലം, 100 ദിവസക്കാലത്തേക്ക് ഒരു 50,000 ലിറ്റർ വെള്ളം വേണം. ദിവസം 500 ലിറ്റർ കണക്കാക്കിയാൽ 50,000 ലിറ്റർ. 3 ലക്ഷം ലിറ്റർ മഴ തലമുക്ക് മുകളിൽ വന്നു വീഴുമ്പോൾ 50,000 ലിറ്റർ മാത്രം നമുക്ക് ഇപ്പോൾ വളരെ കുറഞ്ഞ തുക മാത്രം ചെലവിൽ കിണറ്റിലേക്ക് കടത്തിവിടണം. വീടിനടുത്ത് താഴട്ടെ മഴ കിണറ്റിലേക്ക് വിടാം. റൈറ്റ്. ഹരീഷ്, ഏതായാലും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാം നയങ്ങളെ, നിലപാടുകളെ, മുന്നോട്ടു പോക്കിനെ. ഒരു ശുഭാപ്തി വിശ്വാസം അത് ഈ രാത്രിയിൽ താങ്കളിൽ നിന്നുകൂടി കേൾക്കാൻ. ശരത്തെ, എന്റെ അഭിപ്രായത്തിൽ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും നിങ്ങൾ ഒരു വലിയ ഒരു 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഫുട്ടേജ് ആണിത്. ഇത് മൊഡ്യൂളാക്കി ഒരു CD ആക്കി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ ഏൽപ്പിച്ചാൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഇതിനകത്ത് സെലക്ടഡ് ആയിട്ടുള്ള ബോസാറിനെ പോലെയുള്ള ആളുകൾ പറയുന്ന ചെറിയ വീഡിയോകൾ കാണിക്കുകയും അടുത്ത ഒരു വർഷക്കാലം ഈ ജല സുരക്ഷയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് ചെയ്യാം. പത്രം വായിക്കുന്ന ഒരു ശീലമുണ്ടല്ലോ സ്കൂളുകളിൽ. ചെറിയ കുട്ടികൾ പത്രം വായിക്കുന്നു, ചില പേജുകൾ എന്ന് പറയുന്ന പോലെ ഒരു വിഷ്വൽ മീഡിയ സംസ്കാരം നമുക്ക് സ്കൂളുകളിലുണ്ട്. ഇന്ന് നിങ്ങളുടെ ചാനൽ കൊടുത്തുവിട്ട ഈ എക്സ്പെർട്ടൈസ് ഒപ്പീനിയനുകൾ എല്ലാം കളക്ട് ചെയ്ത് സർക്കാരുമായി സഹകരിച്ച് കേരളത്തിൽ മുഴുവൻ എത്തിക്കാൻ, പഞ്ചായത്ത് തലത്തിൽ എത്തിക്കാൻ. സുരേഷ് ഗോപി, ഈ മഴയെ കുറിച്ച് പറഞ്ഞ പോലാണ് മഴവെള്ളം വെറുതെ കടലിൽ പോയി അവസാനിച്ച് ഒരു പ്രയോജനവുമില്ല. മാത്രവുമല്ല, ഉപ്പുവെള്ളത്തിന്റെ കടന്നുകയറ്റത്തിനും അത് ഇടയാക്കും എന്ന് പറഞ്ഞ പോലെ ഈ 12 മണിക്കൂർ വലിയ ഇടപെടലിനെ അവിടെ അവസാനിപ്പിക്കാതെ ഈ വിധത്തിലേക്ക് കൂടുതൽ മൂല്യവർദ്ധിതമാക്കി മാറ്റണം എന്നാണോ ഒരഭിപ്രായം താങ്കൾക്കും പങ്കുവെക്കാനുള്ളത്, സാന്ദർഭികമായി ഉയർന്നു വന്നതുകൊണ്ട്? ഇത് തുടരണം. ഇത് 12 മണിക്കൂർ അല്ല. ഈ 12 മണിക്കൂർ എന്ന് പറയുന്നത് ദിവസം 1 മണിക്കൂർ നിങ്ങൾ നീക്കിവെക്കണം. ഇതിന് വേണ്ടുന്ന പ്രതിപ്രവർത്തനങ്ങൾ നടത്തിയവരെ ഈ വേദിയിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുവാൻ, അവരെന്ത് ചെയ്തു, അവർക്ക് എന്ത് നേടാൻ സാധിച്ചു, അവരുടെ നേട്ടമല്ല അത് ഈ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രജകൾക്ക് വേണ്ടിയുള്ള നേട്ടമാണെന്ന് വ്യക്തമാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി ഒരുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ബേസിക് ആയിട്ട് മന്ത്രി അത് മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മന്ത്രി മനസ്സിലാക്കുകയല്ല നമ്മൾ പറഞ്ഞ്, അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഓരോ വീടുമാണ് ബേസിക് യൂണിറ്റ്. ഓരോ വീടും നന്നാവണം. മലയാളികൾ എന്നല്ല, ഇന്ത്യയിലെ, ഭാരതത്തിലെ മുഴുവൻ ജനതയും ഈ വരൾച്ചയുടെ ഒരു കെടുതി എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ വർഷം അനുഭവിച്ചിരിക്കുന്നു. അടുത്ത വർഷം അതിന്റെ തിരുത്തൽ ഉണ്ടാവും. അതിനുള്ള മനസ്സ് മലയാളിക്ക് ഉണ്ടായി എന്നാണ്. അടുത്ത വർഷം നമുക്ക് ഈ സമയത്ത് തീർച്ചയായും അത്തരം പരിശോധനകൾ, തുടർ പരിശോധനകൾ അനിവാര്യമാണ്. ചർച്ച ചെയ്യാം. മിനിസ്റ്റർ, ഇപ്പോൾ ഈ ഇത്രയും പരിശ്രമത്തെ ഹരീഷ് വാസവനൊക്കെ പറഞ്ഞതുപോലെ സർക്കാരുമായി സഹകരിച്ച്, വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അത് സർക്കാർ തുറന്ന മനസ്സോടെ അത്തരമൊരു സാധ്യതയ്ക്കൊപ്പം നിൽക്കുമോ? സർക്കാർ ഏറ്റവും മുന്തിയ പരിഗണനയാണല്ലോ ഈ ജലസംരക്ഷണം നൽകിയിട്ടുള്ളത്. അത് ഹരിത കേരളത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ശുഭാപ്തി വിശ്വാസം ഇതൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ധനമന്ത്രിയാണെങ്കിലും എന്റെ സമയത്തിന് ഒരു 1/3 ഇപ്പോ ഈ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിയേക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ പിടിച്ചാൽ ചിലത് നടക്കും. ഏതായാലും അത് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ വലിയൊരു സമയം താങ്കൾ ചെലവഴിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഈ ദൌത്യത്തിന്റെ സാധ്യത കണ്ടുകൊണ്ടാണ് ശ്രീ സുരേഷ് ഗോപി താങ്കളുടെ 1 മണിക്കൂർ ഞങ്ങൾക്ക് തന്നത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തുടരുന്ന വലിയൊരു പ്രവർത്തനത്തിന്റെ പുതിയ സാധ്യതകൾക്കൊപ്പം, മാധ്യമ സാധ്യതകൾക്കൊപ്പം, ഇടപെടലിനൊപ്പമാണ് ഡോക്ടർ ബോസ് സഞ്ചരിച്ചത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നിർഭയം
തുടർച്ചയായി നടത്തുന്ന ഒരു ഇടപെടലിന്റെ സാധ്യതയിൽ നിന്നുകൊണ്ടാണ് മാധ്യമ ഇടപെടലിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ചത്. വളരെയധികം നന്ദി. ഏതായാലും ഈ ഇടപെടലിനെ വിദ്യാഭ്യാസ വകുപ്പുമായി അടക്കം സഹകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കാനാകണം എന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വന്നു. സർക്കാർ അതിന്റെ തുറന്ന മനസ്സാണ് ഡോക്ടർ ഐസക് പ്രകടിപ്പിച്ചത്. ഏതായാലും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഈ ആശയവുമായി തുറന്ന മനസ്സോടെ ഇറങ്ങിച്ചെല്ലണം എന്നതാണ് ഏതായാലും 12 മണിക്കൂർ പിന്നിട്ട ഈ പരിപാടിയുടെ അവസാന മിനിറ്റിൽ പ്രത്യേകമായി ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും പങ്കുവെക്കാനുള്ളത്. വളരെയധികം നന്ദി. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞങ്ങൾക്കൊപ്പം ഒരു പേര് പോലും എടുത്തു പറയാനാവാത്ത വിധം ഒരുപാട് ആളുകൾ, ഒരുപാട് റിപ്പോർട്ടുകൾ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഒക്കെയാണ് പങ്കുചേർന്നത്. എല്ലാവർക്കും വളരെയധികം നന്ദി ഇതിനോടൊപ്പം സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.